ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിന്റെ അടുത്ത ഭാഗമായ കൊളീഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ആ ചാപ്റ്ററിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. വർക്ക് എനർജി, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. പ്രോബ്ലംസ് ഒക്കെ സ്വയം ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് വേണം. അപ്പോൾ മറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ പ്രോബ്ലംസിൽ ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ചില പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. അസൈൻമെന്റ്സ് നിങ്ങൾക്ക് വരും. അത് രാജഗോപാൽ സാർ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് തരും. ആ അസൈൻമെന്റ്സ് നിങ്ങൾ വൃത്തിയായിട്ട് ഒരു സെപ്പറേറ്റ് നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആണ് നിങ്ങളുടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, സി എന്ന് ചുരുക്കി പറയുന്ന അതിൻ്റെ ഇവാലുവേഷന് പല രീതികളും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലാസ് ടെസ്റ്റ് നോക്കാം, നിങ്ങളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം നോക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രൂഫായിട്ട് നിങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാനുള്ളത് നിങ്ങളുടെ ഓൺലൈൻ പരീക്ഷകളുടെ മാർക്കുകളും മറ്റ് രേഖകളും അതോടൊപ്പം തന്നെ അസൈൻമെന്റ്സും ഒക്കെയാണ്. സാർ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ അസൈൻമെന്റ്സ് നിങ്ങൾ എഴുതി സൂക്ഷിക്കണം. അത് പറഞ്ഞ ഡേറ്റിൽ തന്നെ എഴുതി പൂർത്തീകരിക്കണം. ഒരു പക്ഷേ സാറ് ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരോട് അത് സബ്മിറ്റ് ചെയ്യാൻ പറയും. ആ പറഞ്ഞ ആളുകൾ സബ്മിറ്റ് ചെയ്യണം. ആ രീതിയിൽ ഒരു ഇവാലുവേഷൻ ഉണ്ടാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് സാർ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പിന്നീട് പറയും, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പവർ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവറിനെ കുറിച്ചും എനർജി കൺസർവേഷൻസിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ആൻഡ് ദി പ്രോബ്ലംസ്. 2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു, നല്ല 2 പ്രോബ്ലം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡഡ് വേർഷൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഭാഗം പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ പിന്നീടും റിപ്പീറ്റ് ചെയ്ത് കാണുന്നതിനും ഡൗട്ട്സ് തീർക്കുന്നതിനൊക്കെ ഉള്ള അവസരം നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താം. ഇന്ന് നമ്മൾ തുടർന്നുള്ള പാർട്ട് കൊളീഷൻസ് ആണ്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൊളീഷൻ. പലപ്പോഴും പരീക്ഷയ്ക്ക് ഹെഡ് ഓൺ കൊളീഷൻ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നമ്മൾ 2 പാർട്ടിക്കിൾസ്, 2 ബോഡീസ്, ദേ ആർ മൂവിങ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റീസ് u1, u2 എക്സെട്ര. അതിന് 2 വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അവ വന്നിട്ട് കൂട്ടിയിടിക്കുക എന്ന് പറയുമ്പോൾ പരസ്പരം ബോഡി കോണ്ടാക്റ്റ് ഉള്ള രീതിയിൽ കൂട്ടിയിടിക്കണം എന്നില്ല. വളരെ അടുത്തെത്തുമ്പോൾ അവ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ, പരസ്പരം ഒരു ബലം പ്രയോഗിക്കപ്പെടുകയും അതിന്റെ ഫലമായിട്ട് അവയുടെ മൊമെന്റത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവുകയും അവ വ്യത്യസ്ത ഡയറക്ഷനിലോ അല്ലെങ്കിൽ വന്ന അതേ ഡയറക്ഷനിലോ അവ തിരിച്ചു പോവുകയും ചെയ്യും. തിരിച്ചു പോവുക അല്ലെങ്കിൽ നേരെ തന്നെ പോവുകയൊക്കെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ 2 ബോഡീസ് അടുത്ത് വരുന്നു. when they come close together or when they have physical contact they exert force each other. ആ ഒരു പ്രോസസ്സാണ് അവിടെ കൊളീഷൻ എന്ന് പറയുന്നത്. അവ വളരെ അടുത്ത് വരുമ്പോൾ അവ തമ്മിലൊരു ഇന്ററാക്ഷൻ, ഒരു ഫലം പ്രതിഫലവും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രവർത്തനം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കും. അത് കഴിയുമ്പോൾ അവയുടെ മൊമെന്റത്തിൽ മാറ്റം ഉണ്ടാവും, അവയുടെ വെലോസിറ്റിയിലൊക്കെ മാറ്റം ഉണ്ടാവാം. അങ്ങനെ ആ വ്യത്യസ്ത വെലോസിറ്റിയിൽ പിന്നീട് തുടർന്ന് മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് കൊളീഷൻ. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്യാരംസ് കളിക്കുന്നു. അപ്പോൾ ക്യാരംസ് കളിക്കുമ്പോൾ നമ്മൾ ഒരു സ്ട്രൈക്കർ വെച്ച് അടിക്കുമ്പോൾ ആ സ്ട്രൈക്കർ പോയിട്ട് കോയിനിൽ കൊളൈഡ് ചെയ്യുന്നു, ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്ട്രൈക്കറും ഹിറ്റിങ്ങിന്റെ ശേഷം സ്ട്രൈക്കറും കോയിനും വ്യത്യസ്ത ഡയറക്ഷനിൽ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യാം. ഇതിനെയാണ് ജനറലി നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോ മെക്കാനിക്കൽ ബോഡീസിന്റെ കേസിൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് കാണുന്നുണ്ട്. ഇൻ ജനറൽ ഫിസിക്സിലുള്ള കൊളീഷൻസിലുള്ള കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് പരസ്പരം കോണ്ടാക്റ്റിൽ എത്തണമെന്നില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കൊളീഷൻ എന്ന് തന്നെയാണ് നമ്മൾ പറയുക. കൊളീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചാർജ്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പോസിറ്റീവ് ചാർജിൽ 2 പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊജക്ട് ചെയ്യാണ്, ഷൂട്ട് ചെയ്യാണ് ഒരു പോസിറ്റീവ് ചാർജിലേക്ക് വേറെ പോസിറ്റീവ് ചാർജിലോ. അപ്പോൾ ആ പോസിറ്റീവ് ചാർജസ് അടുത്ത് വരുമ്പോൾ ഡ്യൂ ടു സ്ട്രോങ് റിപ്പൽഷൻ അവയ്ക്ക് പരസ്പരം കോണ്ടാക്റ്റിൽ എത്തണമെന്നില്ല. അതിന് മുൻപ് തന്നെ റിപ്പൽ ചെയ്തിട്ട് രണ്ടും 2 ദിശയിൽ ഡൈവേർട്ട് ചെയ്തൊക്കെ പോവാം. അപ്പൊ അവിടെയും കൊളീഷൻ എന്നാണ് നമ്മൾ പറയുക, ഈവൻ ദോ ദർ ഈസ് നോ ഫിസിക്കൽ കോണ്ടാക്ട്. കൊളീഷനിൽ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻഫാക്ട് ഇല്ല എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ
ഒരു രണ്ട് കല്ല് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസ് അനുസരിച്ച് ദേ ആർ കോണ്ടാക്ട് ഉണ്ട്. പക്ഷേ ഫ്രം ദി ഡീപ്പ് മൈക്രോസ്കോപ്പിക് വ്യൂ പരസ്പരം അടുത്ത് വരുന്ന രണ്ട് ഒബ്ജക്റ്റിന്റെ ആറ്റംസ് തമ്മിൽ എത്രത്തോളം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. ആ ആറ്റംസിലുള്ള ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസും ന്യൂക്ലിയസും ഒക്കെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അട്രാക്ഷനും റിപ്പൾഷനും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അനുസരിച്ച് വളരെ അടുത്തൊരു പോയിന്റിലേ എത്തുന്നുണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? ബട്ട് വി ഫീൽ ഇറ്റ് ആസ് ഫിസിക്കലി ഇൻ ഫിസിക്കൽ കോണ്ടാക്ട്. നമ്മുടെ സെൻസസ് കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ദേഹത്തേക്ക് ഒരു കല്ല് വന്നാൽ നമുക്ക് കോണ്ടാക്ട് അനുഭവപ്പെടും, നമുക്ക് അതിന്റെ പെയിൻ അനുഭവപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയുടെ ആയിട്ട് കോണ്ടാക്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ആറ്റംസും ആ വരുന്ന സ്റ്റോണിലുള്ള ആറ്റംസും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ നടക്കും. ആ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് നമുക്ക് പെയിൻ ആയിട്ടും മറ്റ് എഫക്റ്റ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. So whatever it may be, whether there is a physical contact or not is irrelevant. When two bodies come close and there is a force of interaction between them and they will fly apart in different directions, that process is called a collision. അതാണ് സിംപ്ലി പറഞ്ഞാൽ that is the collision in physics. Okay. ഈ കൊളീഷനെയാണ് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട്, അല്ലെങ്കിൽ അതിൽ തന്നെ പല ടൈപ്പ് കൊളീഷൻസ് ഉണ്ട്, അതിലേക്കാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ കൊളീഷന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് തന്നത്. ഇനി നമുക്ക് അതിന്റെ മാത്തമാറ്റിക്സിലേക്കും മറ്റ് നമ്മൾ ഇതുവരെ പഠിച്ച ഫിസിക്സിലെ കൺസെപ്റ്റുകളും തിയറംസും ഉപയോഗിച്ച് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ, ഫ്രം ദാറ്റ് വി ഹാവ് ഡെഡ്യൂസ്ഡ് ദി കൺസർവേഷൻ ഓഫ് മൊമെന്റം ആൻഡ് വി ഹാവ് ദി കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. വർക്ക് എനർജി തിയറം ഞാൻ പറഞ്ഞു, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന്റെ ഇന്റഗ്രൽ ഫോമാണ്, അല്ലെങ്കിൽ മറ്റൊരു ഫോമിൽ എഴുതിയതാണ്. പിന്നെ നമ്മൾക്കുള്ളത് എന്താണ്? വർക്ക് കൈനറ്റിക് എനർജി തിയറം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ്. പിന്നെ നമുക്കുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇത്തരം ആശയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കൊളീഷൻ സിറ്റുവേഷനിൽ എങ്ങനെ ഇവ അപ്ലൈ ചെയ്യാം? നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോർട്ട് ഓഫ് പ്രെഡിക്റ്റീവ് സയൻസ്. പറഞ്ഞാൽ നമുക്കൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ മുമ്പേ പറയുന്നതാണ്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ, ഇനീഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ തന്നു കഴിഞ്ഞാൽ നൗ ഫിസിക്സ് ക്യാൻ പ്രെഡിക്റ്റ് ആഫ്റ്റർ സം ടൈം വേർ വിൽ ബി ദാറ്റ് ഒബ്ജക്ട്. ആ വസ്തു അല്പസമയം കഴിഞ്ഞാൽ എവിടെയായിരിക്കും, ആ പോയിന്റ് ഒബ്ജക്ട് എവിടെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും ഫിസിക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ, നമുക്ക് കഴിയുമ്പോൾ. So in a similar way, if you know the initial velocity of the particle, ഈ കൊളൈഡ് ചെയ്യുന്ന രണ്ട് പാർട്ടിക്കിൾസിന്റെ മാസ് m1 m2 എന്ന് എടുക്കാം. അവയുടെ ഇനീഷ്യൽ വെലോസിറ്റി u1 u2, ആ രണ്ട് ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് ഇവ കൂട്ടിയിരിക്കാൻ വരുന്നത്. ആ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കുന്നത്, ക്യാൻ വി പ്രെഡിക്റ്റ് വാട്ട് വിൽ ബി ദെയർ ഫൈനൽ വെലോസിറ്റീസ്? കൊളീഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്. അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് അറിയുകയില്ല. What are the forces of interaction? Sometimes we don't know. But what we know is that നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? ആ കൊളീഷൻ എന്ന് പറയുന്ന കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം these two bodies will move with two velocities v1 and v2. m1 m2 എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ v1 v2 എന്ന് പറയുന്ന രണ്ട് വെലോസിറ്റിയിൽ പിന്നീട് മൂവ് ചെയ്യാൻ തുടങ്ങും. അത് സംഭവിച്ചു കഴിയുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് ഫൈനൽ വെലോസിറ്റി ഓഫ് m1? ദാറ്റ് ഈസ് വാട്ട് ഈസ് v1 ആൻഡ് വാട്ട് ഈസ് v2? ഇത് കണ്ടെത്താൻ വല്ല വഴിയുമുണ്ടോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം. ഈ കൊളീഷനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ്. ടു ഫൈൻഡ് ദി ഫൈനൽ വെലോസിറ്റീസ് ഓഫ് ദി കൊളൈഡിംഗ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ദ കൊളീഷൻ. അതായത് കൊളീഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം, അത് കണ്ടെത്താൻ പറ്റണം. എന്താണ് നമുക്ക് അറിയുന്നത്? കൊളീഷന് മുൻപ് ഇവ സഞ്ചരിച്ചിരിക്കുന്ന വേഗതകൾ നമുക്കറിയാം. അത് നമ്മൾ u1 u2 എന്ന് എടുക്കാം. അവയുടെ മാസുകൾ m1 m2മാണ്. സോ ദാറ്റ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു പ്രെഡിക്റ്റ്. ഒരു സംഭവം നടക്കുന്നു, അതിന്റെ ശേഷം അവ എങ്ങനെ പോകുന്നു എന്നുള്ളത് നിങ്ങൾ പ്രവചിക്കാൻ പോവുകയാണ്. ബൈ യൂസിങ് ദ ലേൺഡ് ടെക്നിക്സ്, ലേൺഡ് തിയറംസ്, ലേൺഡ് ലോസ്, ലേൺഡ് കൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്സ്. എന്തൊക്കെയാണ് അത്? കൺസർവേഷൻ ഓഫ് മൊമെന്റം, കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി, എക്സെട്ര. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നല്ല ഒരു സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ഈ കൊളീഷൻസ് പഠിക്കും. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിന് അതിലേക്ക് പോവാം നമുക്ക്. ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ.
ഓഫ് കൊളീഷൻസ്. അപ്പോ നോട്ട് കൊളീഷൻസ് ഹെഡിങ് എഴുതാം. കൊളീഷൻസിനെ കുറിച്ച് നോട്ടിലേക്ക് പകർത്തേണ്ട കാര്യങ്ങൾ ഞാൻ പറയും, അത് പകർത്തുക. ഓക്കെ. The collision is said to have taken place if two moving objects strike each other or come close to each other such that the motion of one of them or both of them changes suddenly. ആണല്ലോ, രണ്ട് വസ്തുക്കൾ വളരെ അടുത്ത് വരികയോ അല്ലെങ്കിൽ പരസ്പരം ഇടിക്കുകയോ ചെയ്യുന്നു. അതിനുശേഷം അവയുടെ രണ്ടിന്റെയും ചലനം മാറുന്നു, അല്ലെങ്കിൽ ഒന്നിന്റെ ചലനം മാറാം, അല്ലെങ്കിൽ രണ്ടിന്റെയും ചലനം മാറാം. എന്തു സംഭവിക്കാം? അതിനെയാണ് കൊളീഷൻ എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു പ്രോസസ്സിൽ ഒരു കാര്യം നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. ദ ടോട്ടൽ മൊമെന്റം വിൽ ബി കൺസർവ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് കൊളീഷൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഇത് കൊളീഷനിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ നടക്കുന്ന എന്തൊരു ഫിനോമിന, എന്തൊരു പ്രോസസ്സ് നിങ്ങൾ എടുത്താലും ആ നടക്കുന്ന ആ പ്രോസസ്സിന്റെ തൊട്ട് മുൻപുള്ള മൊമെന്റവും തൊട്ട് ശേഷമുള്ള മൊമെന്റവും തുല്യമായിരിക്കും, പ്രൊവൈഡഡ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. ഇവിടെ ഇപ്പൊ രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്യാൻ വരികയാണ്. അപ്പൊ അവ തമ്മിൽ വേറെ ഫോഴ്സ് ഒന്നുമില്ല. ആ കൊളൈഡ് ചെയ്യുന്ന ഒന്നാമത്തെ എ എന്ന് പറയുന്ന ഒബ്ജക്ട് ബിയിലേക്ക് ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യും, ബി എയിലും എക്സൈറ്റ് ചെയ്യാം. ഇതല്ലാത്ത വേറെ ഫോഴ്സ് ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് ദ ടോട്ടൽ മൊമെന്റം ഓഫ് ദി ടു ബോഡീസ്, കമ്പൈൻഡ് സിസ്റ്റം ഓഫ് ദി ടു ബോഡീസ്. നമ്മൾ ഇനി പറയുന്ന കേസിലൊക്കെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ട് ബോഡീസും കൂടിയാണ്, രണ്ട് കൊളൈഡ് ചെയ്ത രണ്ട് പാർട്ടിക്കിൾസും കൂടി ചേർന്നാണ്. അവയുടെ രണ്ടിനെയും ഒരൊറ്റ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അപ്പൊ ആ ടോട്ടൽ മൊമെന്റം ഓഫ് ദി ടു ബോഡീസ്, ദ സം ഓഫ് ദി വെക്ടർ സം ഓഫ് ദി മൊമെന്റം ഓഫ് ദി ടു ബോഡീസ് ഈസ് കോൺസ്റ്റന്റ്, ഈസ് കൺസർവ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് കൊളീഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളീഷൻ നിങ്ങൾ പറയും. അതിലൊക്കെ എങ്ങനത്തെ കൊളീഷൻ ആണെങ്കിലും അതിലൊക്കെ ടോട്ടൽ മൊമെന്റം കൺസർവ്ഡ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ വി ക്യാൻ അപ്ലൈ ദി കൺസർവേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇൻ ഓൾ ടൈപ്സ് ഓഫ് കൊളീഷൻ. എന്താണ് കൊളീഷൻ എന്ന് പറഞ്ഞു, അത് എഴുതണം. കൊളീഷൻ ഈസ് സെഡ് ടു ഹാവ് ടേക്കൻ പ്ലേസ് ഇഫ് ടു മൂവിംഗ് ഒബ്ജക്ട്സ് സ്ട്രൈക്ക് ഈച്ച് അതർ ഓർ കം ക്ലോസ് ഈച്ച് അതർ സച്ച് ദാറ്റ് the motion of one of them or both of them changes suddenly. ഒരു വളരെ ഷോർട്ട് ടൈമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ കൊളീഷൻ. ആ കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ രണ്ടിന്റെയും മോഷൻ മാറാം, അല്ലെങ്കിൽ ഒന്നിന്റെ മാത്രം മാറാം, ഒക്കെ സംഭവിക്കാം. ചിലപ്പോൾ 2 മാസം കൂടി ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് സഞ്ചരിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. there are different possibilities. so that is collision. okay, അതുപോലെ തന്നെ എഴുതുക. then let me continue. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ഇൻ ആൾ ടൈപ്സ് ഓഫ് കൊളീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത ടൈപ്പ് ഓഫ് കൊളീഷൻസ് ഉണ്ട്. സോ വൺ ടൈപ്പ് ഓഫ് കൊളീഷൻ ഈസ് കാൾഡ് ദി ഇലാസ്റ്റിക് കൊളീഷൻ. സോ വാട്ട് ഈസ് ആൻ ഇലാസ്റ്റിക് കൊളീഷൻ? ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വൺ ഇൻ വിച്ച് ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. അപ്പൊ നേരത്തെ മൊമെന്റം എല്ലാ ടൈപ്പ് കൊളീഷൻസിലും കൺസർവ്ഡ് ആണ്. ഓൾസോ ടോട്ടൽ എനർജി ഇൻ ഓൾ ഫോംസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതും എല്ലാ കൊളീഷനും കൺസർവ്ഡ് ആണ് കേട്ടോ, ഓർത്തിരിക്കണം. എല്ലാ പ്രോസസ്സിലും ദാറ്റ് ഇസ് ദി ഗോൾഡൻ ലോ ഓഫ് ഫിസിക്സ്, കൺസർവേഷൻ ഓഫ് എനർജി. പക്ഷേ ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത, അവിടെ കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണ്. ടോട്ടൽ എനർജിയുടെ കാര്യമല്ല പറയുന്നത്, ദ കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. അപ്പൊ ഈ കൊളീഷൻ എന്ന പ്രോസസ്സിന്റെ തൊട്ടു മുൻപ് ഈ രണ്ട് വസ്തുക്കൾക്കും കൊളൈഡ് ചെയ്യുന്ന രണ്ട് പാർട്ടിക്കിൾസിന്റെയും കൈനറ്റിക് എനർജിയുടെ സമ്മും, കൊളൈഷന്റെ ശേഷം ഇവ V1 V2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ സഞ്ചരിക്കുമ്പോൾ അവയുടെ കൈനറ്റിക് എനർജിയുടെ സമ്മും ടോട്ടൽ കൈനറ്റിക് എനർജിയും, രണ്ട് ബിഫോറും ആഫ്റ്ററും ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ദി സെയിം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. അപ്പോൾ ബിസൈഡ്സ് മൊമെന്റം, if the kinetic energy is also conserved, such type of collisions are called elastic collisions. അപ്പോൾ മൊമെന്റം കൺസർവേഷന്റെ പുറമെ കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണെങ്കിൽ അത്തരം കൊളീഷൻസിനെ നമുക്ക് വിളിക്കാം ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അതിനാണ് ഇലാസ്റ്റിക് കൊളീഷൻ. സോ ദാറ്റ് ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ. നോട്ടിലേക്ക് എഴുതണം എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന്, എന്താണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ അപ്പൊ എന്തായിരിക്കും? മൊമെന്റം എല്ലാ കൊളീഷനിലും കൺസർവ്ഡ് ആണ്. പിന്നെ ഇലാസ്റ്റിക് എനർജി, കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക്കിന്റെ അർത്ഥം എ കൊളീഷൻ ഇൻ വിച്ച് ടോട്ടൽ കൈനറ്റിക് എനർജി is not conserved. Our total kinetic energy before collision not equal to total kinetic energy after collision.
ഇത്തരം കൊളീഷൻസ് ഒരു കൊളീഷനിൽ കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷനും കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷനും തുല്യമല്ല എങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല എങ്കിൽ such collisions are called inelastic collision. Okay, so elastic collision is there, inelastic collision is there. Then there is one elastic collision എന്ന് പറഞ്ഞാൽ perfectly elastic collision എന്നാണ് ഉദ്ദേശിക്കുന്നത്. Similarly, there is third type, completely inelastic collision or perfectly inelastic collision. A collision in which two particles move together as one unit after collision is called completely inelastic collision. അപ്പൊ കംപ്ലീറ്റ് ഇലാസ്റ്റിക് കൊളീഷന്റെ സവിശേഷത എന്താ? M1 എന്ന ഒരു പാർട്ടിക്കിളും M2 മാസുള്ള രണ്ടാമത്തെ പാർട്ടിക്കിളും കൂട്ടി കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് M1 M2 ഇല്ല, രണ്ടും ഒട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നിൽ പോയി തുളഞ്ഞു കയറിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ രണ്ടും ഒരൊറ്റ മാസമായിട്ട് മാറും. M1 + M2 മാസുള്ള ഒരു സിംഗിൾ ബോഡി ആയിട്ട് മാറുന്നു. റിമെമ്പർ, M1 മാസുള്ള A എന്ന് പറയുന്ന ആളും M2 മാസുള്ള B എന്ന് പറയുന്ന ആളും കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എയും ബിയും ഇല്ല, M1 + M2 മാസുള്ള C എന്ന് പറയുന്ന പുതിയ ഒരാളാണ്. ആ ആളെങ്ങനെ മൂവ് ചെയ്യും? Such collisions are called inelastic collision, perfectly inelastic or completely inelastic collision. So the three types are there: elastic collision, inelastic collision, and completely inelastic collision. ഡിഫറൻസ് നോക്കി മനസ്സിലാക്കുക, ഓരോന്നും എന്താണെന്ന് എഴുതി വെക്കുക. ഇനി അത് മറക്കാൻ പാടില്ല. ഇത് എവിടെയെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ ഡിഫറൻസ് ചോദിക്കാം, അല്ലെങ്കിൽ അവയുടെ പ്രത്യേകതകൾ ചോദിക്കാം, ടൈപ്സ് ഓഫ് കൊളീഷൻ എന്താണെന്ന് ചോദിക്കാം. അത് പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് തറോലി. 3 ടൈപ്പ് കൊളീഷൻസ്. ഒന്നിൽ മൊമെന്റം എല്ലാ കൊളീഷനിലും കൺസർവ്ഡ് ആണ്. സോ അതിനെക്കുറിച്ച് ഇനി പിന്നെ ടെൻഷൻ ആവേണ്ടതില്ല. പിന്നെയുള്ള കൺസർവേഷൻ നോക്കേണ്ടത് അടുത്തത് കൈനറ്റിക് എനർജിയുടേതാണ് കൊളീഷൻസിൽ ഉപയോഗപ്പെടുന്ന കൺസർവേഷൻ. ആ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആയാൽ ആ കൊളീഷൻ നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയും. കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ലെങ്കിൽ ആ കൊളീഷനെ നമ്മൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയും. അപ്പൊ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല, ഉറപ്പാണ്. പിന്നെ അതിനെ ഒരു പ്രത്യേക കാറ്റഗറി ആക്കി കാണിക്കാൻ കാരണം കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? കൊളീഷന്റെ ശേഷം, കൊളീഷന്റെ മുൻപ് രണ്ട് ഒബ്ജക്ട്സ് ആയിരുന്നു കൊളൈഡ് ചെയ്ത്, കൊളീഷന്റെ ശേഷം ഒരൊറ്റ ഒബ്ജക്റ്റേ ഉള്ളൂ. പക്ഷെ അതിന്റെ മാസ് എന്തായിട്ട് കാണണം? M1 + M2 ആവും. ടോട്ടൽ മാസ് ബിഫോർ കൊളീഷനും ടോട്ടൽ മാസ് ആഫ്റ്റർ കൊളീഷനും കൺസർവ്ഡ് ആണ്. അത് കോൺസ്റ്റന്റ് ആണ്, അത് മാറ്റമൊന്നുമില്ല ഈ കേസിൽ. അപ്പൊ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് കേസ് ആൻഡ് ഇലാസ്റ്റിക് കൊളീഷൻ ഈസ് ആൾസോ ആൻ ഇമ്പോർട്ടന്റ് കേസ്. അത് രണ്ടുമാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇനി ലേൺ ചെയ്യുന്നത്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. We will learn more about elastic collision and completely inelastic collision. Okay. Then, so total energy and momentum are conserved in all types of collision. നേരത്തെ പറഞ്ഞല്ലോ, total energy, kinetic energy അല്ല പറയുന്നത്, the total energy considering all the forms of energy involved in that process of collision. അങ്ങനെയുള്ള ടോട്ടൽ എനർജി മൊമെന്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളീഷനിൽ കൺസേർവ്. ബിക്കോസ് കൊളീഷനിൽ ആ രണ്ട് ഒബ്ജക്റ്റും അവ തമ്മിലുള്ള ഫോഴ്സുകളും അല്ലാതെ പുറത്തുനിന്നുള്ള ഇന്ററാക്ഷൻ ഒന്നും വേറെ ഇല്ല. അപ്പൊ അത് കൺസേർവ്ഡ് ആണ്. Okay, so that is the first basic concepts of different types of collision. എല്ലാവരും നോട്ടിൽ എഴുതണം, ഈ 3 ടൈപ്പ് കൊളീഷൻ എന്താണ്, അവയുടെ പ്രത്യേകതകൾ എന്നുള്ളത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. So that is all about the 3 types of collisions. ഇനി there is another term, ഒരു പുതിയ ടേം അല്ല, ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പലപ്പോഴും പുസ്തകങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതും ഹെഡ് ഓൺ കൊളീഷൻ ആണ്. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ കൊളൈഡ് ചെയ്യുമ്പോൾ അവയുടെ ഇനീഷ്യൽ വെലോസിറ്റീസ് U1 U2 ഏത് ഡയറക്ഷനിലാണോ, ഒരു ഒറ്റ ഡയറക്ഷനിലായിരിക്കും, അതേ ഡയറക്ഷനിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും, അതേ സ്ട്രെയിറ്റ് ലൈനിൽ അലോങ് തന്നെയാണ് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷവും ഈ ഒബ്ജക്ട്സ് മൂവ് ചെയ്യുക. That means the collision happens, bodies move before and after collision along a straight line. ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കൊളീഷന് മുൻപും ശേഷവും ഒക്കെ ബോഡീസ് മൂവ് ചെയ്യുന്നത്. വസ്തുക്കള് കൊളീഷൻ നടക്കുന്നതിന് മുൻപും കൊളീഷന്റെ ശേഷവും ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മൂവ് ചെയ്യുന്നുവെങ്കിൽ, ഒരേ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മൂവ് ചെയ്യുന്നുവെങ്കിൽ, യു ക്യാൻ സേ ദാറ്റ് ദ കൊളീഷൻ ഈസ് ഹെഡ് ഓൺ കൊളീഷൻ. ഒരു ക്യാരം ബോർഡിൽ നമ്മൾ
കോയിൻ സ്ട്രൈക്കറിന് അടിക്കുമ്പോഴുള്ള കൊളിഷൻ ഒരിക്കലും ഹെഡ് ഓൺ കൊളിഷൻ അല്ല. കാരണം സ്ട്രൈക്കർ മൂവ് ചെയ്തിരുന്ന പാത്തിൽ തന്നെ ആവണമെന്നില്ല. കൊളിഷന്റെ ശേഷം സ്ട്രൈക്കറും കോയിൻ മൂവ് ചെയ്യുന്ന രണ്ടും ഡിഫറെന്റ് ഡയറക്ഷനിൽ പോവാം. അപ്പൊ അതൊരിക്കലും ഒരു ഹെഡ് ഓൺ കൊളിഷൻ അല്ല. ഹെഡ് ഓൺ കൊളിഷൻ എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൺ ഡയമെൻഷണൽ കൊളിഷൻ. കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ ഈസ് യൂഷ്വലി കാൾഡ് ഹെഡ് ഓൺ കൊളിഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു, വൺ ഡയമെൻഷനിലാണ് ആകുമ്പോഴാണല്ലോ ഒരേ സ്ട്രേറ്റ് ലൈനിൽ മോഷൻ ഉണ്ടാവുക. So that is head-on collision. If the initial and final velocities of the colliding bodies are all along the same straight line, if the initial and final velocities of the colliding bodies are all along same straight line, ഒരേ ഒരു നേർരേഖയിലാണ് കൊളീഷന്റെ മുൻപും ശേഷവും വസ്തുക്കൾ സഞ്ചരിക്കുന്നത് എങ്കിൽ then the collision is one dimensional collision. അതിന് നമ്മൾ കൊളീഷൻ വൺ ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് head on collision. So head-on collision is nothing but another name given to one-dimensional collision. Collision in one dimension. Okay. So that is head-on collision. അപ്പോൾ head-on collision എന്താണെന്ന് എഴുതണം. പലപ്പോഴും ഈ പദം നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാവും, ഉപയോഗിക്കും. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് head-on collision. Head-on collision എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ടു ബോഡീസ് എല്ലാം ഒരൊറ്റ ഡയറക്ഷനിൽ ഒരൊറ്റ ആക്സിസിൽ ഒതുങ്ങും. അതിന് ലെഫ്റ്റ് ആകാം, റൈറ്റ് ആകാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വൺ ഡയമെൻഷനിലാണെന്ന് അർത്ഥം. ഒരൊറ്റ കോർഡിനേറ്റ് ആക്സിസിൽ ഒതുക്കാം. ദെൻ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. നമ്മൾ വൺ ഡയമെൻഷനിലുള്ള ഇലാസ്റ്റിക് കൊളീഷനെ ഒന്ന് വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് പറയുന്നത്. ഞാൻ കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എല്ലാം കണക്ക് തന്നെയാണ്, എങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു, നമ്മൾ ചെയ്യുന്നു തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഞാൻ പറയാം. ഇതാണ് നമ്മുടെ പിക്ചർ. ടു ഇലാസ്റ്റിക് ബോഡീസ് ഓഫ് മാസസ് M1 M2, two bodies of masses M1 and M2 moving in a straight line along positive x direction on a frictionless horizontal surface as shown in figure. നമ്മളിവിടെ എടുത്തത് M1 M2 എന്ന് പറയുന്ന രണ്ടാളും U1 U2 എന്ന് പറയുന്ന രണ്ട് വെലോസിറ്റിയിൽ ഈ പറയുന്ന പോലെ ഇത് ഈ വലത്തോട്ടുള്ള ഈ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നു. ആ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പൊ U1 ഗ്രേറ്റർ ദാൻ U2 ആണെങ്കിൽ there will be a collision. U1 ഗ്രേറ്റർ ദാൻ U2 ആകുമ്പോൾ കൊളൈഡ് ചെയ്യുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ M1 പോയിട്ട് M2നെ ഹിറ്റ് ചെയ്യും. ആ ഹിറ്റിംഗ് നടന്നു. അതിന്റെ ശേഷം ആ M1 M2 മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് V1 V2 എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പറയുമ്പോൾ അവിടെ M2 ഒന്ന് റെസ്റ്റിലായിട്ടാണ്, U2 ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ M2 റെസ്റ്റിലാണ്, M1 വന്ന് M2നെ ഹിറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ജനറൽ കേസ് ആണ്. ഈ നമ്മൾ ചെയ്ത് കിട്ടുന്ന ആൻസറിൽ U2 ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ദി പിക്ചർ. ഇത് എഴുതണം. ഈ പിക്ചർ ഇങ്ങനെ ചതുരക്കട്ട വരച്ചു വെക്കൊന്നും വേണ്ട, രണ്ട് വട്ടം വരച്ചാൽ മതി. ഒരു ചെറിയ സർക്കിൾ വരക്കുക, M1 എന്ന് എഴുതുക, അതിലൊരു ആരോ വരച്ചിട്ട് U1 എന്ന് എഴുതുക. ഞാനൊരു പിക്ചർ ഇങ്ങനെ കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങ് എടുത്തത്. സംഭവത്തിലേ ഉള്ളൂ. രണ്ട് ഒബ്ജക്ട്സ്, ഇതിന്റെ ഷേപ്പിനൊന്നും പ്രാധാന്യമില്ല. യു ക്യാൻ ഡ്രോ ആസ് സ്പിയേഴ്സ് ഓർ സർക്കിൾ. എന്നിട്ട് അതിനെ ആരോ ഇട്ടിട്ട് M1 U1, വേറൊരു സർക്കിൾ വരക്കുക M2 U2. കുറച്ച് എന്നിട്ട് കൊളീഷൻ നടന്നതിന് ശേഷം കുറച്ച് മാറിയിട്ട് അഗെയിൻ M1 ഒരു സർക്കിൾ, M2 ഒരു സർക്കിൾ, ചെറിയ ചെറിയ വട്ടങ്ങളായിട്ട് വരച്ചാൽ മതി. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഷേപ്പ് ആക്കി ഒന്നും വരക്കാൻ നിൽക്കണ്ട. So what you should know is that V1 and V2 are the velocities after the collision. അതാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത് ഇൻ ടേംസ് ഓഫ് M1 M2 U1 and U2. അത് പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് വി ആർ കൺസിഡറിങ് ഓൺലി ഹെഡ് ഓൺ കൊളീഷൻസ്, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞു. സോ ടു ബോഡീസ് ഓഫ്, ഇങ്ങനെ എഴുതിയാൽ മതി, ടു ബോഡീസ് ഓഫ് മാസ് M1 and M2 മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ചെറിയ എഡിറ്റിംഗ് വരുത്താം. frictionless horizontal surface collides elastically as shown in figure. Let me correct it.
So two bodies of masses m1 and m2 moving in a straight line, that is along the positive x direction on a frictionless horizontal surface, collides elastically as shown in figure. ഇതാണ് കൊളീഷന്റെ ആ പ്രോസസ് ഇവിടെ കാണിക്കുന്നില്ല. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും അവയുടെ വെലോസിറ്റീസ് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും പൂർത്തിയാക്കിയോ? ഇനി നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ V1 V2 കാണാനുള്ള വഴികൾ ആലോചിക്കണം. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് ചില കൺസർവേഷൻ ലോസ് ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജിയോട് അപ്ലൈ ചെയ്യാം. കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ആൾസോ since this is a collision and there is no external force other than the forces between m1 and m2, m1 m2 തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലാതെ പുറത്തുനിന്ന് വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മൊമെന്റം കൺസർവ്ഡ് ആണെന്ന് ഉറപ്പിക്കാം. സോ കൺസർവേഷൻ ഓഫ് മൊമെന്റവും ഉപയോഗിക്കാം. ദീസ് ടു ആർ ദി ടൂൾസ്. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസ് ടു എക്സ്ട്രാക്ട് ഓൾ ദി ഇൻഫർമേഷൻ അബൌട്ട് V1 and V2. കൊളീഷന് ശേഷമുള്ള വെലോസിറ്റികൾ കണ്ടെത്താൻ ഇത് രണ്ടുമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആൻഡ് ദർ ഈസ് ഓൺലി ടു അൺനോൺസ്. V1 V2 രണ്ട് അൺനോൺസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. രണ്ട് ആളുകളെയാണ് കണ്ടെത്തേണ്ടത്. ആൻഡ് നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് എഴുതാനുള്ള വഴികളുണ്ട്. ഒന്ന് കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ എഴുതിയാൽ ഒരു ഇക്വേഷൻ കിട്ടും. മൊമെന്റത്തിന്റെ കൺസർവേഷന്റെ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടും. രണ്ട് ഇക്വേഷൻ മതിയല്ലോ രണ്ടെണ്ണം സോൾവ് ചെയ്യാൻ. So you can say that we can predict the velocities V1 and V2 by knowing the velocities U1, U2 and the masses M1 and M2. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. So for elastic collision, the total linear momentum and kinetic energies of the two bodies before and after collision must remain the same. നേരത്തെ പറഞ്ഞ കാര്യം. You know that. For elastic collision, total linear momentum and kinetic energy of the two bodies before and after collision must remain the same. Same ആയിരിക്കണം. എഴുതിക്കോളൂ. ഫ്രം അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ എഴുതിയാൽ മതി. ഫ്രം പിന്നെ നമ്മൾ ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യാൻ പോവാണ്. ടോട്ടൽ ലീനിയർ മൊമെന്റം ബിഫോർ കൊളീഷൻ. കൊളീഷന്റെ മുന്നേ ടോട്ടൽ മൊമെന്റം എത്രയാണ്? എല്ലാ മൊമെന്റവും ഒരേ രണ്ട് പാർട്ടികളുടെ കൊളീഷന്റെ മുന്നേ രണ്ട് പാർട്ടികളുടെ മൊമെന്റ് ഒരേ ഡയറക്ഷനിലാണ്. ഫ്രം ദിസ് ഡയഗ്രാം രണ്ടും പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ ജസ്റ്റ് കൂട്ടിയാൽ മതി. വെക്ടർ നേച്ചർ നമുക്ക് ഇഗ്നോർ ചെയ്യാം. So total momentum before collision is m1 ന്റെ momentum എന്ന് പറയുന്നത് it is u1, m2 ന്റെ momentum എന്ന് പറയുന്നത് it is m1 ന്റെ velocity is u1, m2 ന്റെ velocity u2 ആണ്. So momentum of m1 is m1 u1 and that for the second particle is m2 u2. So total momentum, initial momentum pi is m1 u1 plus m2 u2. എഴുതുക. Total initial momentum pi is equal to m1 u1 plus m2 u2. or total linear momentum. Linear എന്നുള്ള പദം ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ pi is equal to m1 u1 plus m2 u2 and total linear momentum after collision. കൊളീഷന്റെ ശേഷം then it will be ഈ ഡയഗ്രാം അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ m1 v1 plus m2 v2. ഇനി അല്ല ഇത് ഏതെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണുമ്പോൾ v1 നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? m1 is moving backward. V2 നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? m2 is moving backward എന്നാണ്. ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് V1 പോസിറ്റീവ് V1 എടുക്കുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലൊക്കെ പോസിറ്റീവ് ആണ്. സോ കൊളീഷന് ശേഷം ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് ചെയ്യുക. ഫൈനൽ ഒരു ഇക്വേഷൻ അങ്ങനെ നമുക്ക് കിട്ടും. ആ ഇക്വേഷനിൽ ഒരു പർട്ടിക്കുലർ വാല്യൂസ് ഓഫ് m1 m2 u1 u2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് V1 ന്റെ വാല്യൂ കിട്ടുന്നത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുവർ മാസ് m1 ആഫ്റ്റർ കൊളീഷൻ ട്രാവൽസ് ബാക്ക്വേർഡ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ടോട്ടൽ ലീനിയർ മൊമെന്റം ബിഫോർ കൊളീഷൻ മനസ്സിലായി, ടോട്ടൽ ലീനിയർ മൊമെന്റം ആഫ്റ്റർ ദി കൊളീഷൻ മനസ്സിലായി. ഇനി എന്താണ് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. സോ ഫ്രം ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം pi is equal to p of so m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2 എന്ന് എഴുതാം. So from that what you can write is m1 into ഈ m1 വരുന്ന ടേം ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ m1 into u1 minus 1 v1, m2 വരുന്ന ടേം ഒക്കെ അപ്പുറത്ത് RHS കൊണ്ടുപോകും. അപ്പൊ m2 into v2 minus u2 എന്ന് കിട്ടും. സോ m1 into u1 minus v1 is equal to m2 into u2 minus v2 എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പൊ അത് എഴുതുക. കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആണ് m1 into u1 minus v1 is equal to m2 into v2 minus u2. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വെറുതെ പേര് കൊടുത്താണ്. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു.
തുടർന്ന് വരുമ്പോൾ ഈ ഇക്വേഷനിലേക്ക് റെഫർ ചെയ്യാനുള്ള സൗകര്യത്തിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. സോ m1 into u1 minus v1 is equal to m2 into v2 minus u2. എഴുതിയല്ലോ. ഓക്കെ. Now, since these collisions is elastic collision ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറയാം ടോട്ടൽ കൈനറ്റിക് എനർജി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആയിരിക്കും. ഇത് എഴുതണമെന്നില്ല, സിൻസ് ദി കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് എന്നൊന്നും എഴുതണമെന്നില്ല. ഇത് എഴുതണം, KEI ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു KEF, ദാറ്റ് ഈസ് ദി ഫൈനൽ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ അത് എഴുതാം. അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താ? ഹാഫ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഹാഫ് mv² ആണ്. So initial kinetic energy എന്ന് പറഞ്ഞാൽ it is half m1 u1 square, ഒന്നാമത്തെ ആളുടെ കൈനറ്റിക് എനർജി, പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ. നേരത്തെ ആ ചിത്രം മനസ്സിലുണ്ടാവണം. ഹാഫ് m2 u2 സ്ക്വയർ, അതാണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജിയോ ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. v1 v2 ആണ് ഫൈനൽ വെലോസിറ്റീസ് ഉള്ളത്. അപ്പൊ ഇതാണ് കൈനറ്റിക് എനർജി കൺസർവേഷന്റെ പ്രൈമറി ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ഇതിൽ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണമെന്നില്ല, നേരത്തെ നമ്മൾ എഴുതിയതാണത്. ഇനി ഇത് എഴുതിയാൽ മതി, KE initial is equal to KE final, KEI is equal to KEF. That means half m1 u1 square plus half m2 u2 square is equal to half into m1 v1 square plus half into m2 v2 square. Okay. ഇനി ഹാഫ് ഒക്കെ ക്യാൻസൽ ചെയ്യാലോ, എല്ലാ ടേമിലും ഹാഫ് ഉള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാ ടേമിനെയും 2 കൊണ്ട് ഗുണിച്ചാൽ ഈ ഹാഫ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾക്ക് m1 u1 സ്ക്വയർ ഇസ് ഈക്വൽ പ്ലസ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ നേരത്തെ ചെയ്ത പോലെ m1 വരുന്നതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ m1 into u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്ന് വരും. ഇപ്പുറത്ത് അത് m2 into v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. അപ്പൊ അത് ഞാൻ ഹാഫ് ക്യാൻസൽ ചെയ്തു. അപ്പൊ m1 u1 സ്ക്വയർ പ്ലസ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയർ എന്ന് വന്നു. അതൊന്നും ആർക്കും സംശയം ഉണ്ടാവില്ല. ഇറ്റ്സ് വെരി ക്ലിയർ. ഇനി ഞാൻ നേരത്തെ പോലെ m1ന്റെ ടേംസിനെയൊക്കെ ഈ ഭാഗത്ത് കളക്ട് ചെയ്തു, m2ന്റെ കൂടെ വരുന്നൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ m1 into ഇവിടെ ഒരു u1 സ്ക്വയർ, ഈ m1 v1 സ്ക്വയർ പുറത്ത് വരുമ്പോൾ മൈനസ് m1 v1 സ്ക്വയർ ആവും. അതുകൊണ്ടാണ് m1 into u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്ന് വന്നത്. ഇസ് ഈക്വൽ ടു m2 into v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഓക്കെ. ഇനി ഇവിടെ ഇത് എഴുതിയ ഈ ലെവലിൽ എത്തിയ നിങ്ങൾ, സോറി, ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഇത് എഴുതുക. ഞാൻ പറഞ്ഞില്ലേ, സെന്റൻസുകളൊന്നും വാരി വലിച്ച് എഴുതണമെന്നില്ല. ഇവിടെ KEI ഈക്വൽ ടു KEF നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പോ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇതാണ്, ഇത് ഫൈനൽ കൈനറ്റിക് എനർജി ആണ്. സോ m1 u1 സ്ക്വയർ പ്ലസ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയർ എന്ന് എഴുതാം, ഈ ഹാഫ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ. So next step is you bring all the terms with m1 to one side and m2 to other side. അപ്പൊ m1 വരുന്ന ആളുകൾ ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇവിടെ വരെ പെട്ടെന്ന് എഴുതാം. ഇനി നിങ്ങളൊരു ഐഡന്റിറ്റി ഉപയോഗിക്കണം. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു, റിമെമ്പർ ഞാനതിൽ സ്ക്രീനിൽ കൊടുക്കുന്നില്ല, നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, ഐഡന്റിറ്റി ഇതാണ്, അൾജിബ്രയിൽ പഠിച്ച ഐഡന്റിറ്റി. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി square is equal to a plus b into a minus b. a plus b into a minus b is equal to a square minus b square എന്നുള്ള ഐഡന്റിറ്റി ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചിട്ട് ഇതിനെ മാറ്റി എഴുതണം. u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിനെയും v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയറിനെയും ആ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതണം. അപ്പൊ ഇവിടെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ ഇവിടെ എന്റെ സ്ഥാനത്ത് u1 ആണ്, ബിയുടെ സ്ഥാനത്ത് v1 ആണ്. സോ u സ്ക്വയർ മൈനസ് v സ്ക്വയർ നിങ്ങൾക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഐഡന്റിറ്റി ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്താൽ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിനെ u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 എന്ന് എഴുതാം. അതേപോലെ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയറിന് എന്ത് എഴുതാം? v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് എഴുതാം. ആ റീപ്ലേസ്മെന്റ് ആണ് അടുത്ത സ്റ്റെപ്പിൽ കാണിക്കുന്നത്. സോ m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ നമ്മൾ എന്ത് എഴുതി? u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1, അല്ലെങ്കിൽ u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1. അതേപോലെ അപ്പുറത്ത് m2 ഇൻറ്റു v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2 എന്ന്. ഏത് ഐഡന്റിറ്റിയാണ് ഉപയോഗിച്ചത്? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആ ഐഡന്റിറ്റി ഉപയോഗിച്ചു. ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിട്ടില്ല,
സോ നിങ്ങൾക്ക് നോട്ടിൽ എഴുതുമ്പോൾ സൈഡിൽ എഴുതി വെക്കാം. യൂസിങ് ദി ഐഡന്റിറ്റി a plus b into a minus b is equal to a square minus b square. ഓക്കെ. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് എന്തറിയാം? ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. m1 into u1 minus v1 is equal to m2 into v2 minus u2 എന്നിങ്ങോട്ട് എടുത്തെഴുതി. ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഇതിനോട് ചേർത്ത് എഴുതി വെച്ചു. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യാം. രണ്ട് ഇക്വേഷൻസ് നോക്കാം. ഇവിടെ m1 into u1 minus v1 into u1 plus v1 ഉണ്ട്. ഇവിടെ അടിയിൽ രണ്ടാമത്തേൽ m1 into u1 minus v1 ഉണ്ട്. അപ്പുറത്ത് RHS ഇവിടെ m2 into v2 minus u2 into v2 plus u2 ഉണ്ട്. ഇവിടെ v2 minus u2 ഉണ്ട്. m2 into v2 minus u2. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം. ഈ വലിയ ഇക്വേഷൻ മുകളിലുള്ള ഇക്വേഷൻ താഴെയുള്ള ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ദീസ് ഇക്വേഷൻസ്. ഡിവൈഡ് നോക്കൂ എന്താ കിട്ടുന്നതെന്ന്. ഇക്വേഷൻ എഴുതുക ആദ്യം. m1 into u1 minus v1 into u1 plus v1 is equal to m2 into v2 minus u2 into v2 plus u2 എന്ന് എഴുതാം. ഇതെങ്ങനെ വന്നു എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ സൈഡിൽ ഐഡന്റിറ്റി എഴുതി വെക്കുക. a square minus b square is equal to a plus b into a minus b. a plus b ബ്രാക്കറ്റിൽ into a minus b ബ്രാക്കറ്റിൽ അങ്ങനെ എഴുതാം. ഇനി ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. അപ്പൊ LHS ഡിവൈഡ് ചെയ്യണം, RHS ഉണ്ട്. LHS ഡിവൈഡ് ചെയ്യുമ്പോൾ m1 u1 minus v1 into u1 plus v1 divided by m1 into u1 minus v1 ആണ്. അപ്പൊ m1 u1 minus v1 ഇതിലുണ്ട് ഇതിലുണ്ട് രണ്ടും കട്ട് ചെയ്ത് പോകും. ബാക്കി ഉണ്ടാവും u1 plus v1 ആയിരിക്കും. സോ ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഈ സൈഡിൽ അത് u1 plus v1 എന്ന് കിട്ടും. കാരണം ഇവിടുത്തെ m1 u1 minus v1 ഉം ഇവിടുത്തെ m1 u1 minus v1 m1 into u1 minus v1 ഉം ക്യാൻസൽ ചെയ്യും. പിന്നെ ബാക്കി ഉണ്ടാവും മുകളിൽ u1 plus v1 ആണ്. is equal to m2 into v2 minus u2 into v2 plus u2 divided by m2 into v2 minus u2 എന്ന് പറയുമ്പോൾ m2 ക്യാൻസൽ ചെയ്യും, v2 minus u2 ക്യാൻസൽ ചെയ്യും, ബാക്കി ഉണ്ടാവും എന്താണ് v2 plus u2. സോ u1 plus v1 is equal to v2 plus u2 എന്ന് കിട്ടും. പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല, നേരെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് കട്ട് ചെയ്ത് പോകുമെന്ന്. ഓക്കെ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവല്ലോ. u1 plus v1 is equal to v2 plus u2 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് എന്തെഴുതാം? ഇനീഷ്യൽ വെലോസിറ്റിയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ u1 minus u2 എന്ന് വരും. u2 plus u2 ഇവിടെ പോകുമ്പോൾ u1 minus u2. സോ u1 minus u2 is equal to ഇവിടെ v2 ഉണ്ട്, ഇവിടെ വരുമ്പോൾ അത് മൈനസ് v2 ആവും. സോ v2 minus v1 എന്ന് എഴുതാം. u1 minus u2 is equal to v2 minus v1 എന്ന് എഴുതാം. അതിനെയാണ് ഞാനൊരു കറക്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി u1 minus u2 is equal to മൈനസ് ഓഫ് v1 minus v2 എന്ന് പറയും. അല്ലെങ്കിൽ u1 minus u2 is equal to v2 minus ഇതിനങ്ങളുടെ ഉള്ളിൽ -1 കൊണ്ട് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് v1 plus v2 എന്നാവും. അല്ലെങ്കിൽ u1 minus u2 is equal to v2 minus v1 എന്ന് വരും. സോ ദിസ് ഈസ് വാട്ട് യു വിൽ ഗെറ്റ്. ഇതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട്. u1 minus u2 is equal to മൈനസ് ഓഫ് v1 minus v2. So u1 minus v2 is the velocity of u2 m2 with respect to m1, and v1 minus v2 is the velocity of m2 with respect to m1 after the collision. u1 minus u2 is the relative velocity before collision, and v1 minus v2 is the relative velocity after collision. കൊളീഷന്റെ ശേഷമുള്ള റിലേറ്റീവ് വെലോസിറ്റി, കൊളീഷന്റെ മുൻപുള്ള റിലേറ്റീവ് വെലോസിറ്റി. കൊളീഷന്റെ മുൻപ് ഇവ രണ്ടും അടുത്ത് വരികയായിരിക്കും. അപ്പോ അല്ലെ, അങ്ങനെ അപ്പോഴല്ലേ കൊളൈഡ് ചെയ്യുള്ളൂ. രണ്ടും പരസ്പരം അടുത്ത് വന്നാലല്ലേ റിലേറ്റീവ് വെലോസിറ്റി പരസ്പരം അപ്രോച്ചിങ് ആണെങ്കിലേ കൊളീഷൻ നടക്കുള്ളൂ. അകന്നു പോകുന്ന രണ്ടാൾക്കാർ തമ്മിൽ കൊളൈഡ് ചെയ്യൂലല്ലോ. അപ്പോ u1 minus u2നെ നമ്മൾക്ക് ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ബിഫോർ കൊളീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ v1 minus v2 വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആഫ്റ്റർ ദി കൊളീഷൻ ആണ്. പക്ഷെ മൈനസ് v1 minus v2 എന്തായിരിക്കും? ദ വെലോസിറ്റി ഓഫ് ദി റെസഷൻ, അകന്നു പോകുന്ന റിലേറ്റീവ് വെലോസിറ്റി. കൊളീഷന് ശേഷം ഈ രണ്ട് പാർട്ടിക്കിളും അകന്നു പോകുന്ന റിലേറ്റീവ് വെലോസിറ്റിയും കൊളീഷന് മുൻപ് അവ അടുത്ത് വരുന്ന റിലേറ്റീവ് വെലോസിറ്റിയും തുല്യമായിരിക്കും. നമ്മൾ m1 എന്നുള്ള വസ്തുവിൽ നിന്ന് വീക്ഷിച്ചാൽ m2 m1ന്റെ അടുത്തേക്ക് വരുന്ന വെലോസിറ്റിയും കൊളീഷന് ശേഷം m2 m1ൽ നിന്ന് അകലേക്ക് പോകുന്ന വെലോസിറ്റിയും തുല്യമായിരിക്കും എന്നർത്ഥം. ഓക്കെ, അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. The relative velocities before and after collision are equal in magnitude and opposite in direction. അതാണ് മറ്റൊരു റിസൾട്ട് ഇതിൽ നിന്ന് പറയുന്നത്. ഓക്കെ,
This means that for any elastic head-on collision, the relative speed of the two bodies after the collision has the same magnitude as before the collision but in opposite direction. Or the velocity with which the particles approaches before collision and the velocity with which the particles recedes away after collision are the same. അപ്പോൾ അത് ഹെഡ് ഓൺ കൊളീഷന്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. ഹെഡ് ഓൺ കൊളീഷൻ അല്ലെങ്കിൽ വൺ ഡയമെൻഷൻ കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അവിടെ കൊളീഷന് മുൻപ് ഈ രണ്ട് ബോഡീസ് അടുത്തേക്ക് വരുന്ന ആ റിലേറ്റീവ് വെലോസിറ്റിയും കൊളീഷന് ശേഷം അവ അകന്നു പോകുന്ന ആ റിലേറ്റീവ് വെലോസിറ്റിയും രണ്ടും തുല്യമായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ ദി കൊളീഷൻ ആൻഡ് ആഫ്റ്റർ ദി കൊളീഷൻ ആർ ഈക്വൽ ആൻഡ് ദർ ഡയറക്ഷൻസ് ആർ ഓപ്പോസിറ്റ്. അത് എഴുതണം, സവിശേഷത എഴുതണം. ഇത് ചിലപ്പോൾ ഇതേപോലെ തന്നിട്ട് പ്രൂവ് ചെയ്യാൻ പറയും. പ്രൂവ് ദാറ്റ് ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ the relative magnitude of the relative velocity before and after collision are equal. Our relative velocity before collision u1 minus u2 എന്ന് അറിയാം, and relative velocity after collision minus v1 പിന്നെ v1 minus v2 ആണ്. അത് രണ്ടും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്, സൈനിൽ മാത്രമേ മാറ്റുള്ളൂ എന്നാണ് നമ്മൾ തെളിയിച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് എ ഗുഡ് പ്രൂഫ്. ഇന്ന് നമ്മൾ ഉപയോഗിച്ചത് രണ്ട് ടൂൾസ് ആണ്. ഒന്ന്, കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി. ദാറ്റ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി comes from the very definition of the elastic collision. Then the conservation of momentum, which is valid for all types of collision. അത് രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യമാണ് എന്ത്, നമുക്ക് ഒന്നാമതായിട്ട് ഇലാസ്റ്റിക് കൊളീഷന്റെ സവിശേഷതകളിൽ ഒന്നാമതായിട്ട് നമ്മളുടെ പഠിച്ച കൺസെപ്റ്റുകൾ ഉപയോഗിച്ച്, നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസും പ്രിൻസിപ്പിൾസും ഉപയോഗിച്ച് നമ്മൾ രണ്ട് വസ്തുക്കൾ കൂട്ടിയിടിക്കുമ്പോൾ, പ്രാക്ടിക്കലായിട്ട് രണ്ട് ഒബ്ജക്ട്സ് കൂട്ടിയിടിക്കുമ്പോൾ ഹെഡ് ഓൺ കൊളീഷൻ ആണെങ്കിൽ ഇലാസ്റ്റിക് ആണ് കൊളീഷൻ ആണെന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കൊളീഷന്റെ ശേഷം അവ അകന്നു പോകുന്ന വേഗത, പിന്നെ ആപേക്ഷിക വേഗത കൊളീഷന്റെ മുൻപ് അവ ഇടിക്കാനായി അടുത്ത് വരുന്ന ആപേക്ഷിക വേഗതയും തുല്യമായിരിക്കും, ഈക്വലാണ്, മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. Okay, so that's a good analysis. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സവിശേഷത വൺ ഡയമെൻഷണൽ കൊളീഷന്റെ കേസിൽ നമ്മൾ കണ്ടെത്തി. Let us investigate this collision process further. നമുക്ക് ഒന്നും കൂടി ഇതിനെ കുറിച്ച്, നമ്മളെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, നമുക്ക് v1 v2 ഇക്വേഷൻ കണ്ടെത്തണം, എന്നാലേ നമുക്ക് അത് കൊളീഷന്റെ ശേഷമുള്ള അവസ്ഥ പ്രെഡിക്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് അടുത്ത പരിശ്രമം. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് ഇതിന്റെ ഒരു സവിശേഷത നമ്മൾ കണ്ടെത്തി, റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ ദി കൊളീഷൻ ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ ദി കൊളീഷൻ ഹാവ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, v1 v2 എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റീസ് കണ്ടെത്തണം. ഇറ്റ്സ് വെരി ഈസി. നേരത്തെ പറഞ്ഞ പോലെ ഫോർ ഹെഡ് ഓൺ കൊളീഷൻ വി ഹാവ് u1 minus u2 is equal to minus v of u. ഇപ്പൊ എഴുതിയ ഇക്വേഷൻ, നമ്മളിപ്പോ കണ്ടെത്തിയ ഇക്വേഷൻ, ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും, v2 ഒരു ഇക്വേഷൻ എഴുതാം. v2 is equal to u1 minus u2 plus v1 എഴുതാറ്. അതായത് u1 minus u2 is equal to minus of v1 minus v2 നമുക്ക് കിട്ടി. ഇപ്പൊ തൊട്ട് മുന്നേ പഠിച്ച ആ റിസൾട്ട് ആണത്. അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, v2 എന്ന് പറഞ്ഞാൽ എന്താണ്, u1 minus u2 plus v1. ഓക്കെ, നമ്മളെ ലക്ഷ്യം എന്താണ്, നമ്മളുടെ ഇക്വേഷൻസിലൊക്കെ ഉള്ള ആളുകള് u1 u2 m1 m2 v1 v2 ആണ്. ഇതിൽ u1 u2 m1 m2 നമുക്ക് അറിയുന്ന ആളുകളാണ്, v1 v2 അറിയില്ല. അപ്പൊ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒന്നിനെ കണ്ടെത്തണം. v1 കണ്ടെത്തണമെങ്കിൽ യു ഹാവ് ടു എലിമിനേറ്റ് v2. v2 ഒഴിവാക്കണം, v2 പിന്നിൽ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, v2 v1 മറ്റ് അറിയുന്ന ആളുകളുടെയും ടേമിൽ എഴുതണം. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാം, v2 equal to u1 minus u2 plus v1. v2 is equal to u1 minus u2 plus v1. ഇതാണല്ലോ, ഈ മൈനസ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് v2 minus v1 എന്ന് എഴുതാം. v2 equal to u1 minus u2 plus v1. ഇനി ബൈ കൺസർവേഷൻ ഓഫ് മൊമെന്റം നമുക്ക് ഇക്വേഷൻ ഉണ്ട്, m1 u1 minus v1 is equal to m2 into v2 minus u2. അതെവിടെയാണ്, നമ്മൾ നേരത്തെ എഴുതി. കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ നമുക്ക് നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ ഇക്വേഷൻ ഉണ്ട്, കഴിഞ്ഞ സ്ലൈഡിൽ ഇക്വേഷൻ കാണാം നിങ്ങൾക്ക്. m1 into u1 minus എന്താണ്, m1 u1 plus ഈ മൈനസ് m2 u2 പുറത്ത് കൊണ്ടുവന്നാൽ m2 u2 is equal to m1 v1 plus m2 v2 ആണ്, വേറെ ഒന്നുമല്ല. m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2 എന്ന കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ്, റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്.
അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതിൽ M1 U1 V1 M2 V2 U2 ഒക്കെയാണുള്ളത്. ഇതിൽ ഈ V2 എലിമിനേറ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് V2 എന്ന് പറയുന്ന ആൾ എലിമിനേറ്റ് ചെയ്താൽ പിന്നെ ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് അറിയാത്ത ആളായിട്ട് ആകെ V1 ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ ലക്ഷ്യം. ഈ V2 പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ ഫോർ V2 ഹിയർ. ഇവിടുത്തെ ഈ V2 സ്ഥാനത്ത് U1 മൈനസ് U2 പ്ലസ് V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് V1 മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ V1. ദിസ് ഈസ് അവർ ഐഡിയ. ഇതുപോലെ ഇതേ സ്റ്റെപ്പിൽ വീണ്ടും വന്നിട്ട് V2 ഈക്വൽ ടു U1 മൈനസ് U2 പ്ലസ് V1 എഴുതുന്നതിന് പകരം V1 ഇസ് ഈക്വൽ ടു എന്താണ് U1 V1 എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് V1 ആണ്. അപ്പോ ഇവിടെ U2 മൈനസ് U1 എന്ന് പറഞ്ഞാൽ U2 മൈനസ് U1 എന്ന് പറയുന്നത് V1 മൈനസ് V2. അപ്പൊ V1 എഴുതുകയാണെന്നുണ്ടെങ്കിൽ U2 മൈനസ് U1 പ്ലസ് V2 എന്ന് എഴുതിയിട്ട് ഇതേ ഇക്വേഷനിൽ വന്നിട്ട് V1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഈ ഇക്വേഷൻ V2 മാത്രമുള്ള അൺനോൺ ആയിട്ട് V2 മാത്രമുള്ള ഇക്വേഷൻ ആവും. അപ്പൊ നമുക്ക് V2 കണ്ടെത്താം. ദിസ് ഈസ് അവർ മെത്തേഡ്. പല രീതിയിലും ചെയ്യാം. ഒരു മെത്തേഡ് ഇതാണ്. അത് നമ്മൾ വി ആർ ഗോയിങ് ടു ഫൈൻഡ് V1. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിലുള്ള V2 പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് V2 ഇൻ അബോവ് ഇക്വേഷൻ. അങ്ങനെ എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി സിംപ്ലിഫൈ ചെയ്ത് നോക്കുക എന്താണ് കിട്ടുന്നത്. M1 U1 മൈനസ് V1 അതേപോലെ ഉണ്ട്. M2 ഇൻറ്റു V2 സ്ഥാനത്ത് എന്ത് എഴുതി? U1 മൈനസ് U2 പ്ലസ് V1, U1 മൈനസ് U2 പ്ലസ് V1, പിന്നെ മൈനസ് U2 അതേപോലെ. ഇനി ഒന്ന് സിംപ്ലിഫൈ നോക്കൂ. അടുത്ത സ്റ്റെപ്പിൽ എന്താ കിട്ടുക? ഈ LHS അതുപോലെ നിലനിർത്തി M2 ഇൻറ്റു U1 പ്ലസ് V1, U1 പ്ലസ് V1 ആദ്യം എഴുതി, പിന്നെ മൈനസ് U2 കൂടി കൂട്ടി 2U2 എന്നായി, മൈനസ് 2U2. Okay, M1 into U1 minus V1 is equal to M2 into U1 plus V1 minus 2U2. അടുത്തത് ഇതിനങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ M1 U1 മൈനസ് ഇതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുക. ഇവിടെ ഒരു M1 U1 ഉണ്ട്. അതായത് നമുക്ക് വേണ്ടത് V1 ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? V1 വരുന്ന ടേംസ് ഒക്കെ RHS കൊണ്ടുപോകുക, ബാക്കിയുള്ളതൊക്കെ LHS. അപ്പൊ ഇവിടെ M1 U1 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ M1 U1. പിന്നെ ഒരു മൈനസ് M1 V1 ഉണ്ടാവും. ആ മൈനസ് M1 V1 വരുന്ന ടേം ആയതുകൊണ്ട് അപ്പുറത്തേക്ക് എടുക്കുന്നു. സോ ദാറ്റ് വിൽ ബിക്കം പ്ലസ് M1 V1. അതാണ് ഇവിടെ എഴുതിയത്. സോ M1 U1 ഈ മൈനസ് M1 V1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അത് ഇവിടെ പ്ലസ് M1 V1 ആയി. പിന്നെ ഉള്ളത് ഇവിടെ M2 U1 ഉണ്ടാവും. അതിനങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് M2 U1 ആയി. ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ മൈനസ് M2 U1 ആവും. പിന്നെ ഉണ്ടാവുക M2 V1 ആണ്. അത് ഇവിടെ തന്നെ നിലനിർത്തി M2 V1. പിന്നെ ഉള്ളത് ഇവിടെ മൈനസ് 2 M2 U2 ആണ്. ഇത് പുറത്ത് വരുമ്പോൾ പ്ലസ് 2 M2 U2. ഓരോ സ്റ്റെപ്പ് നോക്കുക. വേണമെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് കൂടിയൊക്കെ കൊടുത്ത് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് ഈസി. ഇങ്ങനെ തന്നെ ചെയ്യാനൊക്കെ അറിയണം. ഇപ്പോഴത്തെ ഒരു ലെവലിൽ നിങ്ങൾക്ക് പറ്റണം. മോസ്റ്റ് ഓഫ് യു ക്യാൻ. ബട്ട് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ആദ്യം ഇവിടെ എക്സ്പാൻഡ് ചെയ്യുക, ഇവിടെ എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് ഈ V1 വരുന്ന ടേംസ് ഒക്കെ ഇങ്ങോട്ട് എടുക്കുക, സൈൻ അനുസരിച്ച് മാറ്റി കൊടുക്കുക. V2 വരുന്നൊക്കെ അല്ല, V1 വരുന്നൊക്കെ ഇങ്ങോട്ട് എടുക്കുക, ബാക്കിയുള്ളതൊക്കെ ഇപ്പുറത്തേക്ക് എടുക്കുക. ഇപ്പൊ ഇവിടെ V1 മാത്രമുള്ള ടേംസ് ആയിരുന്നു. സോ M1 U1 മൈനസ് M2 U1 പ്ലസ് 2 M2 U2 ഇസ് ഈക്വൽ ടു M2 V1 പ്ലസ് M1 V1 എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്താൽ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് V1 പൊതുവായിട്ട് എടുക്കാം, കോമൺ എടുക്കാം. അപ്പോൾ M1 പ്ലസ് M2 ഇൻറ്റു M2 പ്ലസ് അല്ലെങ്കിൽ M1 പ്ലസ് M2 ഇൻറ്റു V1 എഴുതാം ഈ RHS-നെ. ഇതിന് ഇവിടെ M1 മൈനസ് M2 ഇൻറ്റു U1 എഴുതാം, 2 M2 U2. U1 ഇതിലുണ്ടെങ്കിൽ U1 ഉണ്ട്, അതുകൊണ്ട് ഇതിനെ നമുക്ക് എഴുതാം എന്ത്? M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് 2 M2 U2 എന്ന് എഴുതാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു V1. വെരി ഈസി. ഇനി എന്താണ്? M1 പ്ലസ് M2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ V1 കിട്ടും. V1 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് ഭാഗവും M1 പ്ലസ് M2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് V1 ആവും. സോ ദ റിസൾട്ട് ഈസ് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 divided by M1 plus M2 into U2 is equal to V1. So V1 in equation in terms of M1 M2 U1 U2. So now you can predict. It's not a silly thing. It's a very important. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സക്സസ് ആണിത്. അതായത് നമ്മൾ കൊളൈഡ് ചെയ്യാൻ പോകുന്ന രണ്ട് ആളുകൾ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഹിയർ ഈസ് ദാറ്റ് നിങ്ങൾക്ക് ഈ കൊളീഷനിൽ ഇവ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചോ അവിടെ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ചോ യാതൊരു അറിവുമില്ല. ദാറ്റ് ഈസ് ദി ബ്യൂട്ടി. നിങ്ങൾക്ക് ആകെ അറിയുന്ന എന്താണ്? കൊളീഷൻ എന്ന് പറയുന്ന കോംപ്ലക്സ് പ്രോസസ്സിന്റെ മുൻപ് ഇവ സഞ്ചരിച്ചിരുന്ന വെലോസിറ്റീസ് U1 U2 ആണെന്നും
അവയുടെ മാസുകൾ M1 M2 ആണെന്നുള്ള ഒരു പ്രാഥമിക അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ഹെഡ് ഓൺ കൊളീഷൻ ആണ് നടത്തുന്നത്, വൺ ഡയമെൻഷൻ കൊളീഷൻ ആണ് നടത്തുന്നത് എങ്കിൽ യു ആർ നൗ ഏബിൾ ടു പ്രെഡിക്ട് ദെയർ ഫ്യൂച്ചർ. അവയുടെ ഭാവി നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റുന്നു. ആ കൊളീഷൻ കഴിഞ്ഞാൽ അവ ഏത് വേഗതയിൽ പോകുമെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദി ബ്യൂട്ടി ഓഫ് ഫിസിക്സ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അതിൻ്റെതായ സെൻസിൽ ഉൾക്കൊള്ളുക. സോ യു ക്യാൻ പ്രെഡിക്ട് ദെയർ ഫ്യൂച്ചർ. സോ ദേ വിൽ travel, the particles will move with this velocity. The first particle m1 should move with this velocity v1, which is equal to m1 minus m2 divided by m1 plus m2 into u1 plus 2m2 by m1 plus m2 into u2. അവിടെയുള്ള അതിന്റെ ഒരു സൗന്ദര്യം അതാണ്. നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇവ പരസ്പരം ഇവ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇവ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നോ എന്താണ് ഈ കൊളീഷന്റെ സ്വഭാവം ഇലാസ്റ്റിക് ആണെന്നുള്ളത് ഒഴിച്ച് അവയുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നോ ഒന്നും നിങ്ങൾക്കറിയില്ല, ഒന്നും അറിയേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി, ഇത് ഇനീഷ്യൽ വെലോസിറ്റീസ് and you can predict the final velocities provided the collision should be elastic collision and it should be a head on collision. Head on collision മാത്രമേ ഇത്തരം പ്രവചനം കൃത്യമായിട്ട് നടത്താൻ പറ്റുള്ളൂ. v1 കിട്ടിയല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് v2 കാണാം. v2 കാണാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതേ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇവിടെ നേരത്തെ നമ്മൾ v2 എലിമിനേറ്റ് ചെയ്തു, v2 ഒഴിവാക്കി. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്? ഇത് ഉപയോഗിച്ചിട്ട്. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഇത് കണ്ടാൽ തന്നെ അറിയാം, v1 is equal to v2 minus u1 plus u2 ആണ്. v2 minus u1 plus u2 ചെയ്താൽ v1 കിട്ടും. അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? v1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇൻ ടേംസ് ഓഫ് v2. അപ്പൊ ഈ ഇക്വേഷനിൽ v2 m1 u1 m2 u2 മാത്രമുള്ള ഒരു ഇക്വേഷൻ ആകും. അതിനെ നേരത്തെ പോലെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ യു വിൽ ഗെറ്റ് v2 and that is very easy. സോ അത് നോക്കാം. ഇതെല്ലാവരും എഴുതി കാണോ? മനസ്സിലാക്കി എഴുതണം. അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഉൾക്കൊണ്ട് പഠിക്കണം. ഓക്കെ, ഓക്കെ നെക്സ്റ്റ്. അപ്പൊ അടുത്തത് നമ്മൾ u1 മൈനസ് u2 മൈനസ് v1 മൈനസ് v2 എഴുതി നമ്മൾ v1 is equal to u2 മൈനസ് u1. അതായത് നോക്കിയാൽ മതി, v1 is equal to u2. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ u2 മൈനസ് u1 ആവും. u പ്ലസ് u2 മൈനസ് u1 പ്ലസ് v2. u2 മൈനസ് u1 പ്ലസ് v2 എന്നാവും v1. ഈസി ആയിട്ട് എഴുതാലോ, ഇതിൽ നിന്ന് തന്നെ എഴുതാം. v1 is equal to u2 മൈനസ് u1 പ്ലസ് v2 by conservation of momentum. ഇതേ ഇക്വേഷൻ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ m1 into u1 minus v1 is equal to m2 into v2 minus v2 എഴുതണം. ഇതിന്റെ കൂടെ തന്നെ എഴുതണം. ഈ നേരത്തെ അതേ സ്റ്റെപ്പിൽ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യും. എന്താണ് ചെയ്യേണ്ടത്? v1 എന്ന് പറയുന്ന ഈ സ്റ്റെപ്പിൽ നിങ്ങൾ v1 എന്ന് പറയുന്ന ഈ സാധനം ഈ പാരാമീറ്റർ ഈ വേരിയബിൾ മാറ്റി അവിടെ u2 മൈനസ് u1 പ്ലസ് v2 നിന്ന്. സോ റിമെമ്പർ അവിടെ ഒരു മൈനസ് സൈൻ ഒക്കെ ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? Can you hear? ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നതാണ്, കുഴപ്പമില്ല. ഓക്കെ, ലെറ്റ് us continue. ബാക്ക് എന്നുള്ളത് പറയണോ? മുൻപുള്ളതെങ്കിലും കേൾക്കാതായത് എപ്പോഴാന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടില്ല, ടെക്സ്റ്റ് ചെയ്താലും മതി, എനിക്ക് കാണുമ്പോൾ. കണ്ടിന്യൂ ചെയ്യാലോ? ലെറ്റ് മീ കണ്ടിന്യൂ. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പോ കൺസർവേഷൻ ഓഫ് മൊമെന്റം നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ ഇതിൽ നിങ്ങൾ ചെയ്യാൻ എന്ത്? ഈ v1 പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സിംപ്ലിഫൈ നോക്കൂ. ഇതേപോലുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്റെ മുന്നിൽ തന്നെ ചെയ്തു പോയിക്കോളൂ, ഞാൻ നിങ്ങളുടെ പുറകിലായിട്ട് വരാം.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്ഷൻസ് ഒക്കെ മനസ്സിലാവും. സോ ഫസ്റ്റ് യു സബ്സ്റ്റിറ്റ്യൂട്ട് V1 എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ സിംപ്ലിഫൈ യുവർ സെൽഫ്. So substitute the value of V1 in above equation. By M1 into U1 minus U2 plus U1 minus V2 is equal to M2 into V2 minus U1. അപ്പൊ U1 മൈനസ് ഓഫ് നോക്കുക, U1 മൈനസ് ഓഫ് V1 എന്ന് പറഞ്ഞാൽ U1 മൈനസ് U2 പ്ലസ് V2 ആണ്. അപ്പൊ ഈ മൈനസ് ഓഫ് എടുക്കുന്നതുകൊണ്ട് ഇതിലുള്ള സൈൻസ് ഒക്കെ മാറും. അപ്പൊ മൈനസ് U2 പ്ലസ് U1 മൈനസ് V2 എന്നാവും. അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ്, ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് M1 ഇൻറ്റു U1 മൈനസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് എഴുതണം, U2 മൈനസ് U1 പ്ലസ് V2 എന്ന് എഴുതുക. എന്നിട്ട് ആ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് U2 മൈനസ് ഇൻറ്റു മൈനസ് U1 പ്ലസ് U1 മൈനസ് ഇൻറ്റു പ്ലസ് V2 മൈനസ് V2 എന്ന് വരും. അതാണ് ഈ എഴുതിയത്, U2 മൈനസ് U2 പ്ലസ് U1 മൈനസ് V2. ഇതിന്റെ നേരെ സൈൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ബിക്കോസ് ഓഫ് ദിസ് മൈനസ് സൈൻ. മൈനസ് V1 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത് V1 ആണ്, ഇവിടെ മൈനസ് V1 ആണ്. So the minus V1 will be minus U2 plus U1 minus V2. അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി ഇത് സിമ്പിൾ ആയി. ഇതിൽ V2 മാത്രമേ ഉള്ളൂ അൺനോൺ ആയിട്ട്. അപ്പൊ V2 നേരത്തെ എഴുതിയ പോലെ V2 വരുന്ന ടേം ഒക്കെ പുറത്തേക്ക് കൊണ്ടുപോവുക, ബാക്കിയൊക്കെ LHS ഇരുത്തുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. നേരത്തെ അതേ പ്രൊസീജിയർ ചെയ്തോളൂ. അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ അപ്പൊ എങ്ങനെ വരും? ഇത് മൾട്ടിപ്ലൈ, ഇവിടെ 2, ഇവിടെ ഒരു M1 U1 ഉണ്ട്, U1 ഉണ്ട്, U1 പ്ലസ് U1. അപ്പൊ 2M1 U1 എന്ന് വരും ഒരു എക്സ്പാൻഷൻ. M1 ഇൻറ്റു U1 പ്ലസ് M1 ഇൻറ്റു ദിസ് U1 2M1 U1. പിന്നെ M1 ഇൻറ്റു മൈനസ് U2 മൈനസ് M1 U2, M1 ഇൻറ്റു മൈനസ് U2 മൈനസ് M1 U2. അതാണ് ഈ സൈഡിലുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് M1 ഇൻറ്റു മൈനസ് V2 ആണ്, മൈനസ് M1 V2 എന്ന് വരും. V2 വരുന്നതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. അപ്പൊ മൈനസ് M1 V2 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് M1 V2 ആവും. അത് ഇവിടെ. ഇനി ഈ ബ്രാക്കറ്റ് മാറ്റുക. അപ്പൊ M2 V2 ഇവിടെ തന്നെ നിലനിർത്തണം. RHS ലാണ് V2 നമ്മൾ ഇതാ ഉദ്ദേശിക്കുക. അപ്പൊ M2 V2 അതേപോലെ നിൽക്കും. മൈനസ് M2 U2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് M2 U2 ആകും. ദാറ്റ് പ്ലസ് M2 U2 is here. Again M1 U1 ഇവിടെ ഉണ്ട്, പ്ലസ് M1 into this U1 will give you another M1 U1. രണ്ട് M1 U1 ആവും. അത് നമ്മൾ 2M1 U1 എന്ന് എഴുതി, അല്ലെങ്കിൽ ഈ U1 പ്ലസ് ഈ U1 എഴുതിയാൽ 2U1 മൈനസ് U2 മൈനസ് V2 എന്ന് എഴുതാം. ഇതിനെ 2U1 മൈനസ് U2 മൈനസ് V2 എന്ന് എഴുതാം. ആ 2U1 ഇൻറ്റു M1 ആണ് ഈ 2M1 U1 എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ മൈനസ് U2 ആണ്. പിന്നെ ഈ മൈനസ് U2 ഇൻറ്റു M1 എഴുതിയാൽ മൈനസ് M1 U2 എന്ന് എഴുതും. ദാറ്റ് ഈസ് ഹിയർ മൈനസ് M1 U2. പിന്നെ ഉള്ളത് M1 ഇൻറ്റു മൈനസ് V2 ആണ്. U1 ക്ലബ് ചെയ്തല്ലോ. പിന്നെ മൈനസ് M1 V2 ആണുള്ളത്. ആ മൈനസ് M1 V2 ഈ സൈഡിൽ ഇല്ല, കാരണം അതിന് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് പ്ലസ് M1 V2 ആയി. അത് ഇവിടെ ഉണ്ട്. ഇനി ഈ സൈഡിലുള്ള ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. ഒന്ന് വരുന്നത് M2 V2 ആണ്. ആ M2 V2 ഇവിടെ ഉണ്ട്. പിന്നൊന്ന് വരേണ്ടത് M2 ഇൻറ്റു മൈനസ് U2 ആണ്, മൈനസ് M2 U2 ആണ്. അത് U2 വരുന്ന ടേം ആയതുകൊണ്ട് ഞാൻ അതിനെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അത് മൈനസ് M2 U2 പ്ലസ് M2 U2 ആവും. അത് ഇവിടെ ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇനി എന്ത് ചെയ്യാ, നേരത്തെ പോലെ തന്നെ ഇവിടെ നമ്മൾ M1 U2 ഉണ്ട്, M2 U2 ഉണ്ട്. അപ്പൊ M2 മൈനസ് M1 ഇൻറ്റു U2 എന്ന് എഴുതാം. ഇതിനെ M2 U2 മൈനസ് M1 U2 എന്നുള്ളതിനെ M2 മൈനസ് M1 ഇൻറ്റു U2 എന്ന് കോമൺ ആയിട്ട് എഴുതാം. പ്ലസ് 2M1 U1 ഇസ് ഈക്വൽ ടു പുറത്ത് എഴുതുമ്പോൾ M1 പ്ലസ് M2 ഇൻറ്റു V2 എന്ന് എഴുതാം. അഗെയിൻ അപ്പൊ ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി, ഈസിയാണ്. M1 പ്ലസ് M2 എല്ലാ ടേം കൊണ്ട് M1 പ്ലസ് M2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് 2M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു U2 ഇസ് ഈക്വൽ ടു V2. അപ്പൊ നിങ്ങൾ ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കാം. മെമ്മറൈസ് ചെയ്യാൻ ഒന്ന് മെമ്മറൈസ് ചെയ്താൽ മതി, ഒറ്റൊന്ന് മെമ്മറൈസ് ചെയ്താൽ മതി. ഇതില് M1 ഒക്കെ M1 M2 അങ്ങോട്ട് മാറ്റി തിരിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഇത് തന്നെ കിട്ടും. അത് ചെയ്യേണ്ടതാണ്, ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇതിന് ഈ ഫൈനൽ ഇക്വേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ M1 വന്നോടത്തൊക്കെ 2, 2 വന്നോടത്തൊക്കെ 1 കൊടുക്കുക. നിങ്ങൾ നോക്കൂ, ഇവിടെ 2, സോ M2 മൈനസ് ഇവിടെ M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ, ഇത് പിന്നെ മാറ്റിയാലും അതേ വാല്യൂ ആണ് വരിക, M1 പ്ലസ് M2. സോ M2 മൈനസ് M1 പ്ലസ് M2. ഇവിടെ U1 പകരം ഇവിടെ U2 ആവും. ഓക്കെ, പ്ലസ് ഇവിടെ 2M2, അപ്പോൾ ഇവിടെ 2M1 ആവും. ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2, M1 പ്ലസ് M2. ഇവിടെ U2 വരുന്നത് മാറ്റി U1 ആണ്. അപ്പൊ റൂൾ ഇതാണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U2 ഈക്വൽ ടു V1.
ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി ഓർത്തിരിക്കരുത്, ഒന്ന് മാത്രം ഓർക്കുക. എന്നിട്ട് ഈ ഒരു റൂൾ ഓർക്കുക. ഒന്നാമത്തെ ഇക്വേഷനിൽ V1-നുള്ള ഇക്വേഷനിലെ സബ്സ്ക്രിപ്റ്റ് വണ്ണുകളൊക്കെ 2 ആക്കിയിട്ടും 2 ഒക്കെ 1 ആക്കിയിട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് ദി ന്യൂ ഇക്വേഷൻ ഫോർ V2. അങ്ങനെയാണ് V2-നുള്ള ഇക്വേഷൻ എഴുതാൻ ഈസി ആയിട്ട് എഴുതാം. കാരണം V2 1 ഒക്കെ 2 ആക്കുമ്പോൾ ഇത് V2 ആകും, ഇത് U1 ആകും, ഇത് M1 ആകും, ഇത് എഗൈൻ U2 ആകും, ഇത് M1 ആകും, ഇത് M2 ആകും. അടിയിലുള്ളത് M1 + M2 ആണ്. അത് മാറ്റിയാലും M2 + M1 എന്നാണ് വരിക. രണ്ടും തുല്യമാണ്. അപ്പൊ അതിൽ മാറ്റമൊന്നും വരില്ല. ആ ഒരു ഐഡിയയിലൂടെ ഓർത്തിരിക്കുക. ഓക്കെ. സോ M1 - M2 അടിയിൽ ഡിനോമിനേറ്ററിലെല്ലാം M1 + M2 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. മുകളിൽ പിന്നെ ഒന്ന് M1 - M2 ആണ്, ഒന്ന് 2M2 ആണ്. മനസ്സിലായില്ല? ഈ 2M2ന്റെ കൂടെ എപ്പോഴും U2 ആണ് വരിക. ആണോ? 2M1ന്റെ കൂടെ ഈ ടേമിൽ 2M2ന്റെ കൂടെ U2 ആണ്. അപ്പൊ മറ്റേത് U1 ആയിരിക്കും. അങ്ങനെ നിങ്ങളുടേതായ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുന്നത് നല്ലതാണ്. പ്രോബ്ലംസ് പലപ്പോഴും ചോദിക്കാം. അപ്പോ ഡെറിവേഷൻ ആണ് അധികവും ചോദിച്ചിട്ടുള്ളത്. ഈ ഡെറിവേഷൻ ചോദിച്ചേക്കാം. ഓക്കെ. കൊളീഷന്റെ അനാലിസിസ് ചോദിച്ചാൽ ഇക്വേഷനിൽ ഫൈനൽ എത്തണം. സോ ദീസ് ആർ ദി 2 ഇക്വേഷൻസ്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ദാറ്റ്, ഏറ്റവും രസകരമായിട്ടും ആശ്ചര്യകരമായ കാര്യം, ഒരു കോംപ്ലക്സ് കൊളീഷൻ നടന്നു കഴിഞ്ഞതിന്റെ ശേഷം ആ വസ്തുക്കൾ എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളത് ഫിസിക്സിന്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൊളീഷന്റെ മുന്നേ അവ എങ്ങനെ സഞ്ചരിച്ചിരുന്നു എന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിൽ നിന്നും പറയാൻ പറ്റുകയാണ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. യു ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ദി പ്രോസസ് ഓഫ് കൊളീഷൻ. അത് നിങ്ങൾക്ക് അറിയുന്നേ ഇല്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ കൊളീഷൻ എന്ത് കോംപ്ലക്സ് സംഗതി അതിൻ്റെ ഉള്ളിൽ നടന്നാലും അതിന്റെ ശേഷം അവ എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പ്രവചിക്കാനാവുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. That's very important. That's very interesting. That is the power of physics. Laws of physics-ന്റെ ഒരു വല്ലാത്തൊരു ബ്യൂട്ടിയാണത്. ഓക്കെ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞു, ഇതിൽ ഒരു പാർട്ടിക്കിൾ M2 at rest എന്നാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിന്റെ അർത്ഥം? M2 റെസ്റ്റിലാന്ന് പറഞ്ഞാൽ ഇതിൽ U2 = 0 എന്ന് കൊടുത്താൽ മതി. Then what you will get? V1 = M1 - M2 divided by M1 + M2 into U1 എന്ന് കിട്ടും. V2 = 2M1 / M1 + M2 into U1 എന്ന് കിട്ടും. U2 0 ആണല്ലോ. അപ്പൊ ഈ ടേം ഇവിടെ ഈ ടേം 0 ആയി പോകും, ഇവിടെ ഈ ടേം 0 ആയി പോകും. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ കിട്ടും. അതെങ്കിലും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതാണ് അടുത്തത്. ഇഫ് വൺ ബോഡി M2 is at rest, that means M2 റെസ്റ്റിലാണെന്ന് പറയുന്നതിന്റെ അർത്ഥം U2 = 0. then V1 എന്ന് പറയുന്നത് ഇങ്ങനെയായി മാറും. U2 0 ആയാലും ടേം പോവും. M1 - M2 divided by M1 + M2 into U1. and V1 = M1 - M2 M1 + M2 into U1. V2 = 2M1 / M1 + M2 into U1. ഈ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് ഇത് മാറും. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷൻസ്. ഇത് നേരത്തെ പറഞ്ഞ ജനറൽ ഇക്വേഷൻ പഠിക്കുന്നതാണ് പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. ഇനി പ്രയാസമുള്ള ആളുകൾക്ക് ഇതെങ്കിലും ഓർത്തിരിക്കണം. ഇതിന്റെ ഡെറിവേഷൻ ഇത് ഡയറക്റ്റ് ആദ്യം തന്നെ U2 0 എന്ന് എടുത്ത് ഡിറൈവ് ചെയ്യാണ് ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ ചെയ്താൽ ഇവിടെയാണ് നിങ്ങൾ എത്തുക. V1 V2 ഇതാണ് എത്തുക. കുറെ കൂടി സിമ്പിൾ ആവും. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് ദി സ്റ്റാൻഡേർഡ് അപ്രോച്ച്. ഇതാണ് കുറെ കൂടി പുസ്തകങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നത്. ഈ രീതിയിൽ പഠിക്കുന്നതാണ് നല്ലത്. ഇതൊന്നും അല്ലാത്ത റിലേറ്റീവ് വെലോസിറ്റിയുടെ ഒരു അപ്രോച്ച് ഇതിനുണ്ട്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുന്നത് പോലെ ഈ ഇക്വേഷൻ എഴുതുക. ഈ ഇക്വേഷൻ മാത്രം എങ്ങനെയാണ്? ഒരു M2 റെസ്റ്റിലാണ് എന്ന് അസ്യൂം ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ യു വിൽ അറൈവ് അറ്റ് ദീസ് 2 ഇക്വേഷൻസ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ M2 മൂവ് ചെയ്യുകയാണെങ്കിലും ഇതേ ഇക്വേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കൊളീഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ XY കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിങ്ങളുടെ ഒറിജിൻ M2 എന്ന് പറയുന്ന മാസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒറിജിൻ എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നതിന് പകരം ഇറ്റ് മൂവ്സ് വിത്ത് വെലോസിറ്റി U2 എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പൊ U2 എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ആ ഒറിജിനിൽ നിന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ച് M2 എന്ന് പറയുന്നത് റെസ്റ്റിലായിരിക്കും. കാരണം
ഓക്കെ, അപ്പോ അങ്ങനെ M2 എന്ന് പറയുന്ന ആള് റെസ്റ്റിലായിരിക്കുമല്ലോ. ആ U2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ, ആ ഒറിജിനൽ ആ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ M2 എന്ന് പറയുന്നതിന് വെലോസിറ്റി U2 തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് റെസ്റ്റിലായിട്ട് തോന്നും. എന്നിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. ദാറ്റ് ഇസ് അനദർ മെത്തേഡ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, താല്പര്യമുള്ള ആളുകൾക്ക്. ഇത് തന്നെ മതി. ദിസ് ഇസ് ഇനഫ്. Physics will work in all ways. All different ways you can approach, it will give you the same result. That's correct. Okay, അപ്പോൾ ആൻസർ കിട്ടി. നമ്മൾ V1 ഉം V2 ഉം പ്രൊഡിക്റ്റ് ചെയ്തു. അതാണ് കൊളീഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത്രയുമാണ് കൊളീഷൻ പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതും കുറച്ച് പ്രോബ്ലംസും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇതിന്റെ സ്പെഷ്യൽ കേസും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തും. ഇനി ഇതിൽ ചില സ്പെഷ്യൽ കേസ് പറയാനുണ്ട്. സ്പെഷ്യൽ കേസ് ഇതൊക്കെയാണ്. ഇത് രണ്ടും ഈക്വേഷൻ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തെഴുതിയാണ് സ്പെഷ്യൽ കേസ് ഡിസ്കസ് ചെയ്യാൻ. ഒന്ന് M1 ഈക്വൽ ടു M2. രണ്ട് ഈക്വൽ മാസുള്ള ആളുകൾ പരസ്പരം കൊളൈഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? M1 ഈക്വൽ ടു M2 ഇതിൽ കൊടുത്താൽ ഈ ടേം 0 ആയി പോകും. ഈ ടേം എന്താവും? M1 M2 ഈക്വൽ ആണ്. ഈക്വൽ ടു M എന്ന് എടുത്താൽ ഇത് 2M1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2M2 എന്ന് എഴുതാം. ഇതും 2M2 ആണ്. അപ്പൊ U2 ഈക്വൽ ടു V1 എന്ന് വരും. U2 ഈക്വൽ ടു V1. ഇവിടെ ഈ ടേം 0 ആയി പോകും. M1 ഈക്വൽ ടു M2. പിന്നെ ഇവിടെ നമുക്ക് M1 പ്ലസ് M2 2M1 എന്ന് എഴുതാം. അപ്പൊ M1 ക്യാൻസൽ ചെയ്ത് പോകും. 2M1 ക്യാൻസൽ ചെയ്യും. U1 ഈക്വൽ ടു V2 എന്ന് വരും. അല്ലെങ്കിൽ M1 ഈക്വൽ ടു M2 ആവുമ്പോൾ നമുക്ക് റിസൾട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് V1 എന്ന് പറയുന്നത് U2 ആകും, V2 എന്ന് പറയുന്നത് U1 ആകും. എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ വിൽ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റി. മനസ്സിലായല്ലോ? U1 ആയിരുന്നു M1ന്റെ ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി M1ന്റെ എന്തായി? V1 എന്ന് പറയുന്നത് U2 ആയി. അപ്പൊ M1 U1 വേഗതയിലും M2 U2 വേഗതയിലും വന്നു. രണ്ടും തുല്യ മാസ് ആണെങ്കിൽ, ഹെഡ് ഓൺ കൊളീഷൻ ആണെങ്കിൽ, ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ, അവ കൂട്ടിയിടിച്ച് കഴിഞ്ഞതിന് ശേഷം M1 എന്ന് പറയുന്ന ആള് M2 ഇനീഷ്യലി വന്നിരുന്ന വെലോസിറ്റി എത്രയാണോ അതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. M2 എന്ന് പറയുന്ന ആള് M1 ഇനീഷ്യലി വന്നിരുന്ന വെലോസിറ്റി ഏതാണോ അതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. വെലോസിറ്റീസ് ഗെറ്റ് എക്സ്ചേഞ്ച്ഡ് if two equal mass objects collides elastically in one dimension. But when two particles of equal masses undergo elastic collision, elastic head-on collision, particles exchange their velocities. In ഈ കേസിൽ മറ്റൊന്നും കൂടി പറയാനുണ്ട്. M1 ഈക്വൽ ടു M2 ആണ്, M2 റെസ്റ്റിലുമാണെന്ന് വിചാരിക്കുക. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കുക? M1 റെസ്റ്റിൽ വരും, M2 M1ന്റെ വേഗതയിൽ മൂവ് ചെയ്യും. അതാണ് അടുത്ത. If M2 is at rest before collision, then after collision M1 comes to rest and M2 moves with velocity of M1. അത് ശരിക്കും മനസ്സിലാക്കി. ഈ സ്പെഷ്യൽ കേസസ് ചിലപ്പോൾ ചോദിക്കാം. ഒന്നാമത്തെ M1 ഈക്വൽ ടു M2 ആകുമ്പോൾ ഏറ്റവും പ്രധാനം ഈ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. V1 ഈക്വൽ ടു U2 എന്ന് കിട്ടും. V1 എന്ന് പറഞ്ഞാൽ U2 എന്ന് കിട്ടും. V2 എന്ന് പറഞ്ഞാൽ U1 എന്നും കിട്ടും. ഇത് 0 ആവും, ഇത് 1 ആവും. ഇവിടെ ഇത് 0 ആവും, ഇത് 1 ആവും. അപ്പോൾ V1 ഈക്വൽ ടു U2 എന്നാവും, V2 ഈക്വൽ ടു U1 എന്ന് പോകും. സോ ദാറ്റ് മീൻസ് ദേ ഗെറ്റ് ദെയർ വെലോസിറ്റീസ് എക്സ്ചേഞ്ച്. വെലോസിറ്റി പരസ്പരം വെച്ച് മാറും. ഇനി അതിൽ ഒന്ന് റെസ്റ്റിലാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു വെലോസിറ്റി 0 ആണ്, അപ്പോഴും വെലോസിറ്റി എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ M1 U1 വെലോസിറ്റിയിലും M2 റെസ്റ്റിലും ആണെങ്കിൽ കൊളീഷന് ശേഷം M2 M1ന്റെ വേഗതയിൽ മൂവ് ചെയ്യും. M1 നേരത്തെ മൂവ് ചെയ്തിരുന്ന M1 എന്ത് ചെയ്യും? അവിടെ കൊളൈഡ് ചെയ്ത് എവിടെയാണോ കൊളീഷൻ സംഭവിച്ച ആ സ്പോട്ടിൽ അവിടെ നിൽക്കും. അത് പിന്നെ മൂവ് ചെയ്യില്ല. രണ്ടാമത്തത്, ലൈറ്റ് ബോഡി ഹിറ്റ്സ് എ ഹെവി ബോഡി അറ്റ് റെസ്റ്റ്. ലൈറ്റ് ബോഡി ഹിറ്റ്സ് എ ഹെവി ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ മാസുള്ള ഒരു വസ്തു വലിയ മാസുള്ള ഒരു ഹെവി ഒബ്ജക്റ്റ് പോയിട്ടിരിക്കുക. ഓക്കെ, ഒരു ടെന്നീസ് ബാൾ പോയിട്ട് ഒരു നിർത്തിയിട്ട് ഒരു കാറിൽ പോയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു വലിയൊരു മരത്തിന്റെ ചങ്കില് പോയിട്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കൊളീഷൻ. അതിന്റെ അർത്ഥം എന്താ? M2 നമ്മൾ M2 ആണ് വലിയ ബോഡി ആയിട്ട് എടുക്കുന്നത്. M2 is much greater than M1 and U2 is 0. റെസ്റ്റിലാണ് അതുള്ളത്. അപ്പൊ M1 മൈനസ് M2 is equal to approximately equal to M2 എന്ന് എടുക്കാം. ബിക്കോസ്
അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മൈനസ് M2. M1 വളരെ ചെറുതാണ് M2 അപേക്ഷിക്കുമ്പോൾ. അപ്പോൾ M1 മൈനസ് M2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി മൈനസ് M2 ആയിട്ട് എടുക്കാം. M1 പ്ലസ് M2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു M2 ആയിട്ട് എടുക്കും. ആൻഡ് 2M1 ഡിവൈഡഡ് ബൈ M1 വളരെ സ്മാൾ ആണ്. M1 പ്ലസ് M2 വളരെ ലാർജ് ആണ്. 2M1 ബൈ M1 പ്ലസ് M2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. ഒരിക്കൽ കൂടി പറയാം, M1 വളരെ ചെറുതും M2 വളരെ വലുതുമാണ്. ആൻഡ് M2 ഇസ് അറ്റ് റെസ്റ്റ്, അതുകൊണ്ട് U2 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. പിന്നെ M1 വളരെ ചെറുതായതുകൊണ്ട് M2 വളരെ വലുതായതുകൊണ്ടും M1 മൈനസ് M2 മൈനസ് M2 ആയിട്ട് എടുക്കാം. M1 പ്ലസ് M2 പ്ലസ് M2 ആയിട്ടും എടുക്കാം. പിന്നെ 2M1 എന്ന് പറയുന്നത് M1 ചെറുതായതുകൊണ്ട് 2M1 ചെറുതായിരിക്കും, അതിനപേക്ഷിച്ച് വളരെ വലുതായിരിക്കും M1 പ്ലസ് M2 എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ റേഷ്യോ നെഗ്ലിജിബിളി സ്മാൾ ആയിരിക്കും, അതുകൊണ്ട് അതിനെ 0 എന്ന് കൊടുക്കുക. അപ്രോക്സിമേഷൻസ് ആണ്. അപ്പോൾ V1 ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ M1 മൈനസ് M2 എന്ന് പറയുന്നത് മൈനസ് M2 ഡിവൈഡഡ് ബൈ M2 എന്ന് വരും, ഇൻറ്റു U1 പ്ലസ് M2 ബൈ 2M2 ബൈ M1 പ്ലസ് M2 എന്ന് പറയുന്നത് 2M2 ബൈ M1 പ്ലസ് M2. സോറി, ഇത് 2M1 ബൈ M1 പ്ലസ് M2 ആണ് വേണ്ടത്. അപ്പോൾ അത് 0 ആയി പോവും. ഓക്കെ, ആൻഡ് U2 is 0. U2 0 ആയതുകൊണ്ട് ഈ ടേം എന്തായാലും ഇനി എത്ര വലുതായാലും ഈ ടേം 0 ആവുമല്ലോ, ബിക്കോസ് U2 is equal to 0. അപ്പൊ ഈ ടേം മാത്രമാണ് റിട്ടേൺ ചെയ്യുക. ഈ ടേമിൽ M1 മൈനസ് M2 നമുക്ക് മൈനസ് M2 എന്ന് എഴുതാം. ഇത് 0 ആവാൻ കാരണം എന്താണ്? ബിക്കോസ് U2 is 0. അപ്പൊ U2 0 ആണ്. അപ്പൊ M2 ബൈ M1 മൈനസ് M2 ബൈ M എന്നാൽ U1 എന്ന് കിട്ടും, മൈനസ് U1 എന്ന് വരും ഫൈനൽ റിസൾട്ട്. അപ്പൊ V1 എന്ന് പറയുന്നത് മൈനസ് U1 എന്ന് വരും. നൗ V2 2M1 ബൈ M1 പ്ലസ് M2 0 ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി 0 എന്ന് കൊടുത്തിട്ടുണ്ട്. M2 മൈനസ് M1 നമുക്ക് M2 മൈനസ് M1 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ്. അപ്പൊ M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന് പറയുന്നത് this term will become 0. ഇതും 0 ആയി പോകും, because U2 is 0. This is 0 because M1 is much smaller. ഇത് U2 0 ആയതുകൊണ്ട് ഈ ടേം ഏതായാലും 0 ആവും. ഈ ടേം M1 ബൈ M1 പ്ലസ് M2, 2M1 ബൈ M1 പ്ലസ് M2 അപ്രോക്സിമേറ്റ്ലി M1 വളരെ ചെറുതാണ്, M2 വളരെ വലുതുമാണ്. അപ്പൊ ഈ റേഷ്യോ നെഗ്ലിജിബിളി സ്മാൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആൽമോസ്റ്റ് 0 എന്ന് എടുക്കാം. സോ അപ്രോക്സിമേറ്റ്ലി ദിസ് ടേം V2 ബിക്കം 0. അപ്പൊ നമുക്ക് V1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മൈനസ് U1 ആൻഡ് V2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതാണ്, V1 ഈക്വൽ ടു മൈനസ് U1, V2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താണ്? V1 0 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആള് ചെറിയ ആള് പോയി വലിയ ആള് പോയി ഇടിച്ചിട്ട് തിരിച്ച് അതേ വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വരും, റിബൗൺസ് ബാക്ക്. നമ്മളൊരു ഹെവി ഒബ്ജക്റ്റിൽ ഒരു സ്മോൾ ഒബ്ജക്റ്റ് പോയിട്ട് ഇടിച്ചാൽ ഹെവി ഒബ്ജക്റ്റ് കാര്യമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ ഒന്നും മാറുന്നേ ഇല്ല, അതിന് മോഷൻ ഒന്നും പ്രത്യേകിച്ചില്ല, ഹെവി ഒബ്ജക്റ്റ് റെസ്റ്റിലുമാണ്. അതാണ് ഈ പറയുന്ന കേസ്. ലൈറ്റ് ബോഡി ഹിറ്റ്സ് ഹെവി ബോഡി അറ്റ് റെസ്റ്റ്, then the light body rebounds back with the same wave speed. The lighter body rebounds back with the same speed. So these are the special cases of collision. Head-on collision special case ആണ്. രണ്ട് കേസ് പറഞ്ഞു. ഒന്ന് M1 equal to M2 ആകുമ്പോൾ, ഒന്ന് when a light body hits a heavy body at rest. ഈ രണ്ട് സിറ്റുവേഷൻസും എഴുതണം. അത്രയും മതി. ബാക്കി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ കൂടി പറയാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ അത് പറയും. ഒന്ന് രണ്ട് പ്രോബ്ലംസും ചെയ്യും, അതോടുകൂടി ചാപ്റ്റർ തീരും, പിന്നീട് ഇതിന്റെ എക്സാം നടക്കും. ഓക്കെ, so that's all about today. That's all for today. Thank you.